Welcome back to the classes of Quantity Surveying 2. Here in this video class we will be discussing about the detailed estimate of septic tank and sock pit. This is the second example that I am teaching you. മുമ്പ് നമ്മൾ സെപ്റ്റിക് ടാങ്ക് ആൻഡ് സോക്ക് പിറ്റിൻ്റെ 25 നമ്പേഴ്സ് ഓഫ് പീപ്പിളിന് യൂസ് ചെയ്യാവുന്ന ഒരു പ്ലാനിൻ്റെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമായി 50 പേര് യൂസ് ചെയ്യുന്ന ഒരു സെപ്റ്റിക് ടാങ്ക്, അത്രയും ആളുകൾക്ക് ആവശ്യമുള്ള വോളിയം ഇൻകോപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സെപ്റ്റിക് ടാങ്ക് ആൻഡ് സോക്ക് പിറ്റിൻ്റെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോ ക്ലാസ്സിൻ്റെ ഉദ്ദേശം. So the question is, prepare a detailed estimate of a septic tank and sock pit for 50 users from the given drawings. തന്നിട്ടുള്ള ചിത്രങ്ങളും പ്ലാനുകളും എലവേഷനുകളും നോക്കി മനസ്സിലാക്കി 50 പേർക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സെപ്റ്റിക് ടാങ്കിൻ്റെയും സോക്ക് പിറ്റിൻ്റെയും ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യം ഞാൻ എടുത്തിട്ടുള്ളത് ബിയൻ ഡട്ട എന്ന ഓതറുടെ ക്വാണ്ടിറ്റി സർവേ എന്ന പുസ്തകത്തിൽ നിന്നാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഞാൻ ഡയറക്റ്റ് അതുപോലെ തന്നെ ഇതിൽ ഉൾപ്പെടുത്തുന്നു. എക്സാമ്പിൾ 2 ആണ് അതിലുള്ളത്. പ്രിപ്പയർ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓഫ് എ സെപ്റ്റിക് ടാങ്ക് വിത്ത് സോക്ക് പിറ്റ് ഫോർ 50 യൂസേഴ്സ് ടുഗദർ വിത്ത് സാനിറ്ററി ഫിറ്റിംഗ്സ് ഓഫ് 1 സീറ്റ് ഓഫ് ലാട്രിൻ ഫ്രം ദ ഗിവൺ ഡ്രോയിങ്സ്. അപ്പോൾ തരാൻ പോകുന്ന ഡ്രോയിങ്ങിൽ സെപ്റ്റിക് ടാങ്കും സോക്ക് പിറ്റും അതിൻ്റെ കൂടെ ഒരു ലാട്രിനും ഉണ്ടാവും, ഒരു ടോയ്ലറ്റും ഉണ്ടാവും. പക്ഷെ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ലാട്രിനെ മാറ്റി വെക്കുന്നുണ്ട്. കാരണം സെപ്റ്റിക് ടാങ്ക് ആൻഡ് സോക്ക് പിറ്റ് മാത്രമേ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുള്ളൂ എന്നുള്ളതുകൊണ്ട് ലാട്രിനും പിന്നെ മറ്റ് അഡീഷണൽ കമ്പോണൻസും ഈ എസ്റ്റിമേഷനിൽ നിന്നും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. സെപ്റ്റിക് ടാങ്ക് ഷാൽ ബി ഓഫ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് മേസൺറി 1:4 cement mortar over cement concrete 1:3:6 foundation and base with RB partition wall and RCC slab cover. ഇപ്പോൾ സെപ്റ്റിക് ടാങ്കിൻ്റെ കുറച്ച് വിശേഷണങ്ങളാണ് പറഞ്ഞത്. അതിൻ്റെ ചുമര് നിർമ്മിച്ചിട്ടുള്ളത് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് കൊണ്ടാണ്. ആ ബ്രിക്ക് വർക്ക് ഉണ്ടാക്കുന്നതിൽ യൂസ് ചെയ്തിട്ടുള്ള മോർട്ടാർ 1:4 സിമെൻറ്റ് മോർട്ടാറാണ്. അതിൻ്റെ ഫൗണ്ടേഷൻ 1:3:6 കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഫൗണ്ടേഷനാണ്. അതിൻ്റെ മുകളിൽ ഒരു റീഇൻഫോഴ്സ്ഡ് ബ്രിക്ക് പാർട്ടീഷൻ വാൾ ഉണ്ട്. ബാഫിൾ വാൾ എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞതിൻ്റെ പാരലായിട്ട് ഇതിലുള്ളതാണ് റീഇൻഫോഴ്സ്ഡ് ബ്രിക്ക് പാർട്ടീഷൻ വാൾ. പിന്നെ അതിൻ്റെ ഏറ്റവും മുകളിൽ RCC സ്ലാബ് കവർ. അപ്പോൾ സെപ്റ്റിക് ടാങ്കിൻ്റെ വിശേഷണങ്ങൾ കഴിഞ്ഞു. ഇൻസൈഡ് ദ ടാങ്ക്, ആ ടാങ്കിനകത്ത് ഇൻക്ലൂഡിംഗ് ദ ഫ്ലോർ ഷാൽ ബി 12 mm സിമെൻറ്റ് പ്ലാസ്റ്റേർഡ് 1:2 മോർട്ടാർ മിക്സ്ഡ് വിത്ത് വാട്ടർ പ്രൂഫിംഗ് കെമിക്കൽസ് ഓർ മെറ്റീരിയൽസ്. അപ്പോൾ 1:2 മോർട്ടാർ മിക്സിൽ, അതായത് സിമെൻറ്റിൻ്റെ ഇരട്ടി മണലെടുത്തിട്ടുള്ള മിക്സിൽ വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽസ് ആഡ് ചെയ്തുകൊണ്ട് 12 mm തിക്നെസ്സിൽ 12 mm തിക്നെസ്സിൽ ടാങ്കിൻ്റെ അകംഭാഗം ചുമരുകളെല്ലാം എന്ത് ചെയ്യണം, പ്ലാസ്റ്റർ ചെയ്യണം. ആൻഡ് ദ സോക്ക് പിറ്റ് ഷാൽ ബി ഓഫ് സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് മേസൺറി വിത്ത് 1:6 സിമെൻറ്റ് മോർട്ടാർ. സോക്ക് പിറ്റിൻ്റെ ചുമര് സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വർക്കാണ് ചെയ്യേണ്ടത്. ആൻഡ് അതിൽ യൂസ് ചെയ്യുന്ന മോർട്ടാർ ഏതാണ്? 1:6 എന്ന അനുപാതത്തിൽ പ്രിപ്പയർ ചെയ്ത മോർട്ടാറാണ് സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വർക്കിൻ്റെ സോക്ക് പിറ്റിൻ്റെ നിർമ്മാണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. Estimate for water arrangement should also be made with 250 liter GI overhead tank connecting flushing cistern with water closet and a water tap, assuming that there is pipe water supply within 10 meter of the latrine. നമ്മൾ നിലവിലിപ്പോൾ ചെയ്യുന്ന ചോദ്യത്തിൽ ഈ ഭാഗം പരിഗണിക്കുന്നില്ല. കാരണം നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഉള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. സോ ഇത് നമ്മുടെ നിലവിലെ സിലബസ് പ്രകാരം ഇല്ലാത്തതിനാൽ ഈ തേർഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ നമ്മൾ ഒഴിവാക്കുന്നു. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. ഇതാണ് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഫിഗർ. ഇതിൽ സെക്ഷൻ ഓഫ് ലാട്രിൻ ഉണ്ട്, ടോയ്ലറ്റിൻ്റെ സെക്ഷൻ തന്നിട്ടുണ്ട്, അവിടെ നിന്നുള്ള വാട്ടർ ക്ലോസറ്റും അവിടെ നിന്ന് വരുന്ന പൈപ്പും എല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് വേണ്ട ശരിക്കും. ഓക്കെ, ഇത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതിൽ സെപ്റ്റിക് ടാങ്കിൻ്റെ ഒരു സെക്ഷൻ വ്യൂ കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ പ്ലാൻ വ്യൂ കാണിച്ചിട്ടുണ്ട്, സോക്ക് പിറ്റിൻ്റെ സെക്ഷൻ വ്യൂ കാണിച്ചിട്ടുണ്ട്, പ്ലാൻ വ്യൂ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വിഷ്വൽ, ഒരു 3D വിഷ്വൽസിലോട്ട് പോവാം. അപ്പോൾ അതിൻ്റെ കൃത്യമായ ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടും. സാധാരണ കഴിഞ്ഞ സെപ്റ്റിക് ടാങ്ക് ചെയ്തപ്പോൾ കണ്ടതുപോലെ ബാഫിൾ വാളിൻ്റെ അറേഞ്ച്മെൻ്റ് ഒന്നുമല്ല ഇതിൽ കാണുന്നത്. ആ 3D വിഷ്വൽസ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഐഡിയ കിട്ടും.
നമുക്ക് സെപ്റ്റിക് ടാങ്കും സോഫ്റ്റ് ക്വിറ്റിന്റെയും 50 യൂസേഴ്സ് പ്ലസ് വരുന്ന 25 യൂസേഴ്സിനേക്കാളും കൂടുതൽ വരുന്ന 50 യൂസേഴ്സ് അറൗണ്ട് വരുന്ന രീതിയിലേക്ക് ആവശ്യമുള്ള സെപ്റ്റിക് ടാങ്ക് ആണ് നമ്മൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കഴിഞ്ഞ സെപ്റ്റിക് ടാങ്കിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് മുകളിൽ മാത്രമായിരുന്നു ഒന്ന് ബാഫിൾ വാൾ ഉണ്ടായിരുന്നത്. ഇവിടെ താഴെ തൊട്ട് മുകളിൽ വരെ ബാഫിൾ വാൾ ഉണ്ട്. ആ ബാഫിൾ വാളിൽ നമ്മളൊരു ഹോള് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ആ ഹോൾ എന്തിനാണ്? ഇവിടുന്ന് ഇവിടെ അക്യുമുലേറ്റ് ചെയ്യുന്ന വെള്ളം ഈ ഒരു ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഒലിച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു താഴ്ന്ന ഒരു 30 സെന്റിമീറ്റർ ഉയരത്തിലാണ് ഈ ഒരു ഹോള് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ആ ഹോള് കഴിഞ്ഞ് ഇവിടേക്ക് ഒരു അപ്വേർഡ് സ്ലോപ്പ് ഉണ്ട് 1/40. 40 സെന്റിമീറ്ററിന് 1 സെന്റിമീറ്റർ ഉയരം എന്നുള്ള രീതിയിൽ 1/40 മുകളിലോട്ടൊരു അപ്വേർഡ് സ്ലോപ്പ് ഉണ്ട്. ഇവിടുന്ന് ഇങ്ങനെ വെള്ളം വന്ന് ഈ ടി വഴി താഴോട്ട് വരുന്നു. അതിലെ വേസ്റ്റ് ഇവിടെ അക്യുമുലേറ്റ് ചെയ്യുന്നു, ഡീകമ്പോസിഷൻ നടക്കുന്നു. കമ്പാരിറ്റീവ്ലി പ്യൂറർ ആയിട്ടുള്ള വെള്ളം ഈ ചേമ്പറിലോട്ട് വരുന്നു. ഇവിടുന്ന് ഈ പൈപ്പ് വഴി ഇങ്ങനെ പുറത്തോട്ട് വരുന്നു. അപ്പോൾ ഇതിന്റെ വാളുകൾ 3 സ്റ്റെപ്പിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ എല്ലാം ഇന്നർ വോളിയം കറക്റ്റ് ആണ്, അതിൽ സ്റ്റെപ്പുകളില്ല. ഔട്ടറിൽ മാത്രമാണ് ഈ സ്റ്റെപ്പുകളുള്ളൂ. ഏറ്റവും താഴെയുള്ളത് 40 സെന്റിമീറ്റർ വീതി, പിന്നെ 30 സെന്റിമീറ്റർ വീതി, 20 സെന്റിമീറ്റർ വീതി. ഇത്രയൊക്കെയാണ് ഈ 3 സ്റ്റെപ്പുകളുടെ വിഡ്ത്തുകൾ. ടോട്ടൽ ഏകദേശം 1.5 മീറ്ററോളം താഴ്ചയുള്ള ഒരു സെപ്റ്റിക് ടാങ്ക് ആണ്. ഇത് 1.5 മീറ്റർ കൂടുതൽ താഴ്ചയുള്ള സെപ്റ്റിക് ടാങ്ക് ആണ്. പിന്നെ ഡയമെൻഷൻസ് കറക്റ്റ് നമ്മൾ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ മനസ്സിലാവും. ആൻഡ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പുറത്തൊരു സോക്ക് പിറ്റ് ഉണ്ടായിരുന്നു. ഈ സോക്ക് പിറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ ചെയ്ത സോക്ക് പിറ്റിന്റെ ബ്രിക്ക് വർക്കിന്റെ പുറത്താണ് ഈ ഫിൽട്ടർ ലെയർ വെച്ചിരുന്നത്. ഇത് ബ്രിക്ക് വർക്കിനകത്ത് തന്നെയാണ്, ഈ ഒരു ടാങ്കിനകത്ത് തന്നെയാണ് ഫിൽട്ടർ ലെയർ കൊടുത്തിട്ടുള്ളത്. ഈ ഫിൽട്ടർ ലെയർ 2 ടൈപ്പ് ലെയറുകൾ ഉണ്ട്. ഒന്ന് ഇത് കമ്പാരിറ്റീവ്ലി 1 സെന്റിമീറ്റർ വലിപ്പമുള്ള ബ്രിക്കിന്റെ കഷ്ണങ്ങൾ ഇട്ടിട്ടുള്ള വളരെ ചെറിയ സുഷിരങ്ങളുള്ള ലെയറാണ്. അതായത് 1 സെന്റിമീറ്റർ ആണ്, 10 mm ആണ് ഇതിലെ ഓരോ പാർട്ടിക്കിളിന്റെയും അപ്രോക്സിമേറ്റ് സൈസ്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ ബ്രിക്ക് ജെല്ലിയാണ്, ബ്രിക്ക് ബാറ്റുകളാണ്. അത്യാവശ്യം വലിപ്പം ഉണ്ടാവും. 5 സെന്റിമീറ്ററിന് മുകളിൽ വലിപ്പമുള്ള കഷ്ണങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഏകദേശം 60 സെന്റിമീറ്റർ ഹൈറ്റിലാണ്, ഈ തിക്നെസ്സിലാണ് നമ്മൾ ഈ 1 സെന്റിമീറ്റർ വലിപ്പമുള്ള തരികൾ ഇട്ട് കൊടുക്കുന്നത്. ആൻഡ് ഇത് ഏകദേശം 1.25 മീറ്റർ 1.8 സെന്റിമീറ്റർ 1.8 മീറ്റർ ഉയരത്തിലാണ് ഈ ബ്രിക്ക് ബാറ്റുകൾ ഇട്ട് കൊടുക്കുന്നത്. ആൻഡ് ഇവിടെ ശരിക്കും ഈ എൻ്റെ കയ്യിൽ ഈ ടെക്സ്ചർ കൊടുക്കാനില്ലാത്തതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ഹണി കോംബഡ് ബ്രിക്ക് വർക്കാണ് ചെയ്യുന്നത്. കുറച്ച് ഭാഗം, അതായത് വെള്ളം ഒലിച്ചു പോകാനുള്ള ഗ്യാപ്പുകളുള്ള ബ്രിക്ക് വർക്കാണ് ഈ സൈഡുകളിൽ ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ഈ സോക്ക് പിറ്റിന്റെ ഡെപ്ത് വരുന്നത് 3 മീറ്റർ ആണ്. 3 മീറ്റർ ഡെപ്തിൽ ഒരു കിണർ പടുക്കുന്ന പോലെ പടുത്ത് ഇതിന്റെ ഇവിടെ ഹണി കോംബഡ് സ്ട്രക്ചർ കൊടുക്കും. ഹണി കോംബഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ത്രൂ ഔട്ട് ബ്രിക്ക് കൊടുക്കാതെ ചെറിയ ചെറിയ ഹോളുകൾ ഇട്ടിട്ട് ബ്രിക്ക് കൊടുത്തിട്ടുള്ള വർക്കാണ് സെന്ററിൽ ചെയ്യുന്നത്. ഇതിനകത്ത് നമ്മൾ ബ്രിക്കിന്റെ കഷ്ണങ്ങൾ ബാറ്റുകൾ ഏറ്റവും താഴെയും 1 സെന്റിമീറ്റർ വലിപ്പമുള്ള ബ്രിക്കിന്റെ പൊട്ടുകൾ മേലെയും ഇട്ട്, ഇത് 60 സെന്റിമീറ്റർ ഹൈറ്റ്, ഇത് 180 സെന്റിമീറ്റർ ഹൈറ്റ് കൊടുത്ത് അതിന്റെ മേലെ ഒരു ചെറിയ ഒരു ബെൽറ്റ് പോലെ ഇടും. ബെൽറ്റ് അല്ല, ഒരു ചെറിയൊരു ബീം പോലെ നമ്മുടെ സോക്ക് പിറ്റിന്റെ ഇരുവശങ്ങളിലോട്ടും 10 സെന്റിമീറ്റർ കയറി നിൽക്കുന്ന രീതിയിൽ ഒരു ചെറിയ ഒരു ബീം ഇടും. ആ ബീമിന്റെ മുകളിൽ ആണ് നമ്മൾ ഈ സെപ്റ്റിക് ടാങ്കിൽ നിന്നും വരുന്ന പൈപ്പിനെ റെസ്റ്റ് ചെയ്യിക്കുന്നത്. ആൻഡ് അതിന്റെ ഏറ്റവും ടോപ്പിൽ 75 mm അതായത് 7.5 സെന്റിമീറ്റർ തിക്നെസ് ഉള്ള ഒരു റൂഫ് കവറും. ഇത്രയാണ് ഈ സെപ്റ്റിക് ടാങ്ക് ആൻഡ് സോക്ക് പിറ്റിലെ മെയിൻ കമ്പണൻസ് വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം ഇവിടെ സോക്ക് പിറ്റിന്റെ കേസിൽ ഈ പ്യൂരിഫയിങ് ലെയർ പുറത്തല്ല, അകത്താണ്. ഇവിടെ ബാഫിൾ വാളിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ നിന്ന് മുകളിൽ വരെയുണ്ട്, വാട്ടർ ലെവൽ വരെയുണ്ട്. വാട്ടർ ലെവൽ വരുന്നത് ഇത്രയാണ്. വാട്ടർ ഇങ്ങനെയായിരിക്കും ഏകദേശം ഇതിൽ ഉണ്ടാവുക, നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിൽ 100% യൂസ് ചെയ്യുന്ന സമയത്ത്. ആൻഡ് ഇതിന്റെ മുകളിൽ 2 മാൻഹോളുകൾ ഉണ്ട്. മാൻഹോൾ കവറുകളാണ്. ഇത് ഊരിക്കഴിഞ്ഞാൽ താഴോട്ട് ഇറങ്ങാൻ പറ്റും. ആൻഡ് ഇതിനകത്ത് ആളുകൾക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള അയൺ സെറ്റപ്പുകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ക്വാണ്ടിറ്റിയിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കുമ്പോൾ ഈ അത്യാവശ്യം ബ്രിക്ക് വർക്ക്, ഫൗണ്ടേഷൻ കോൺക്രീറ്റ്, ഈ റീഇൻഫോഴ്സ്ഡ് ബ്രിക്ക് വർക്ക് ഫോർ ബാഫിൾ വാൾ ആൻഡ് റൂഫ് കവർ, മാൻഹോൾ കവർ, സോക്ക് പിറ്റിൽ വരുമ്പോൾ ബ്രിക്ക് ജെല്ലിയുടെയും ക്വാണ്ടിറ്റി,
ഇതിന് ചുറ്റുമുള്ള ബ്രിക്ക് വർക്കിന്റെ ക്വാണ്ടിറ്റി, റൂഫിന്റെ വർക്കിന്റെ ക്വാണ്ടിറ്റി, ഇവിടെ കൊടുക്കുന്ന ഈ ബീമിന്റെ ക്വാണ്ടിറ്റി, അവിടെ കൊടുക്കുന്ന അതിന്റെ മേലെയാണ് പൈപ്പ് റെസ്റ്റ് ചെയ്യുന്നത്. ഇത്രയും കൺസെപ്റ്റുകൾ അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് ഈ എൻറ്റയർ ക്വാണ്ടിറ്റി കണ്ടെത്താൻ സാധിക്കും. സോ ലെറ്റ്സ് ഗോ ടു ദ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓഫ് ഈച്ച് ആൻഡ് എവറി ഐറ്റം in this septic tank and sock pit. The second example. First, let's see the earthwork excavation quantity. Earthwork excavation quantity ഫസ്റ്റ് നമുക്ക് സെപ്റ്റിക് ടാങ്കിനെ പരിഗണിക്കാം. സെപ്റ്റിക് ടാങ്ക് എത്ര ഡെപ്തിൽ നമുക്ക് കുഴിക്കണം? ഇവിടെ ഫൗണ്ടേഷന്റെ ഡെപ്ത് തിക്നെസ് 15 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. 3 സ്റ്റെപ്പുകളായിട്ടാണ് ഇതിന്റെ ഫൂട്ടിങ്ങുകൾ കൊടുത്തിട്ടുള്ളതെന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ചു. സോ ഫസ്റ്റ് ഫൂട്ടിങ്ങിന്റെ ഉയരം 40 സെന്റിമീറ്റർ, രണ്ടാമത്തത് 50 സെന്റിമീറ്റർ, മൂന്നാമത്തത് 67.5 സെന്റിമീറ്റർ. അപ്പോൾ 67.5 പ്ലസ് 50 പ്ലസ് 40 പ്ലസ് 15, ഇത്രയും ചെയ്താൽ എന്ത് ഹൈറ്റ് കിട്ടുമോ അതാണ് ഡെപ്ത് ഓഫ് എക്സ്കവേഷൻ ഫോർ സെപ്റ്റിക് ടാങ്ക്. സെപ്റ്റിക് ടാങ്കിന്റെ കുഴിക്കേണ്ട ആഴം. ആൻഡ് അതിന്റെ നീളവും വീതിയോ ഫൗണ്ടേഷന്റെ അതേ നീളവും വീതിയുമാണ് നമുക്ക് സെപ്റ്റിക് ടാങ്കിന്റെ എക്സ്കവേഷന്റെ നീളവും വീതിയുമായിട്ട് കണക്കാക്കേണ്ടത്. അപ്പൊ ഇവിടെ എക്സ്കവേഷന്റെ നീളം എത്ര കൊടുക്കണം? 4.7 മീറ്റർ ആണ് ഫൗണ്ടേഷന്റെ നീളം. സോ എക്സ്കവേഷന്റെ നീളവും 4.7 മീറ്റർ തന്നെ. 1.9 മീറ്റർ ആണ് ഫൗണ്ടേഷന്റെ വിഡ്ത്ത്. സോ എക്സ്കവേഷന്റെ വിഡ്ത്ത് എത്ര തന്നെയാണ്? 1.9. അപ്പോ ഇതോടെ കൂടെ കൺഫ്യൂഷൻസ് മാറണം. ഫസ്റ്റ് സ്റ്റെപ്പ് 67.5 സെന്റിമീറ്റർ, സെക്കൻഡ് സ്റ്റെപ്പ് 50 സെന്റിമീറ്റർ, തേർഡ് സ്റ്റെപ്പ് 40 സെന്റിമീറ്റർ. അപ്പോൾ ടോട്ടൽ സ്റ്റെപ്പുകളുടെ ഉയരം കിട്ടി. ആൻഡ് പ്ലസ് ഫൗണ്ടേഷന്റെ ഉയരം 15 സെന്റിമീറ്റർ. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 1.725 മീറ്റർ എന്ന് കിട്ടും, മീറ്റർക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ. ആൻഡ് ലെങ്ത് ഓഫ് ഫൗണ്ടേഷൻ 4.7 മീറ്റർ ആണ്. breadth of foundation or width of foundation 1.9 meter ആണ്. അപ്പോൾ length into breadth into height multiply ചെയ്ത് കഴിഞ്ഞാൽ we will get the quantity of earthwork excavation required for septic tank. So septic tank ന്റെ earthwork excavation number 1, length 4.7, breadth 1.9 and height 1.725. എങ്ങനെയാണ് കിട്ടിയത് എന്ന് മറന്നു പോകാൻ പാടില്ല. ആൻഡ് while multiplying these three quantities we will get the total quantity, that is 15.41 m cube earthwork excavation. സെപ്റ്റിക് ടാങ്കിന് വേണ്ടിയിട്ട് 15.4 m ക്യൂബ് മണ്ണ് എക്സ്കവേറ്റ് ചെയ്ത് റിമൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. എക്സ്കവേഷൻ അതോടുകൂടി തീരുന്നില്ല, സോക്ക് പിറ്റിന് വേണ്ടിയും കൂടെ നമുക്ക് എക്സ്കവേഷൻ ചെയ്യേണ്ടതുണ്ട്. സോക്ക് പിറ്റിന്റെ ഡെപ്ത് എത്രയാണ്? 3 മീറ്റർ എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബ്രോക്കൺ സ്ട്രക്ചർ, അതായത് ഇത് ഒരുപാട് ലെങ്ത് ഉണ്ട്, ഫുൾ ഫിഗറിൽ കാണിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ബ്രോക്കൺ ലൈൻ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഡെപ്ത് ഓഫ് സോക്ക് പിറ്റ് എത്രയാണ്? 3 മീറ്റർ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ ടോട്ടൽ ഡെപ്ത് ടു ബി എക്സ്കവേറ്റഡ് 3 മീറ്റർ ആണ്. ആൻഡ് അത് എത്ര വട്ടത്തിൽ, എത്ര റേഡിയസിൽ കുഴിക്കണം? ഇപ്പൊ ഇവിടെ നമുക്ക് അതിന്റെ പ്ലാൻ വ്യൂ തന്നിട്ടുണ്ട്. ഈ പ്ലാൻ വ്യൂവിൽ ഇന്നർ ഡയമീറ്റർ ഈസ് ഗിവൺ ആസ് 1.5 മീറ്റർ, wall thickness 20. So total outer to outer diameter എത്ര വരും? 1.5 plus 0.2 plus 0.2 is 1.9. അപ്പോൾ ഈ ടോട്ടൽ ഔട്ടർ ടു ഔട്ടർ ഡയമീറ്റർ എത്രയാണ് വരുന്നത്? 1.9. അപ്പോൾ അത്രയും ഡയമീറ്ററിൽ 3 മീറ്റർ ഹൈറ്റിൽ നമുക്ക് എക്സ്കവേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു ഫോർ സോക്ക് പിറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമേജ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1.9 മീറ്റർ ഡയമീറ്റർ, 3 മീറ്റർ ഹൈറ്റ്. ഈ ഇങ്ങനത്തെ ഒരു സിലിണ്ടറിക്കൽ ആയിട്ടായിരിക്കണം നമുക്ക് കുഴിയെടുക്കേണ്ടത്. അതിന്റെ എക്സ്കവേഷന്റെ ക്വാണ്ടിറ്റി നമ്മൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എഴുതുകയാണ്. സോക്ക് പിറ്റ് നമ്പർ 1. അതിന്റെ ലെങ്ത് ബ്രെഡ്ത്ത് എന്ന് കൊടുക്കാൻ പറ്റൂല, കാരണം എന്താണ്? അതൊരു സർക്കുലർ സെക്ഷൻ ആണ്. സോ വി വിൽ ഗീവ് ദ ഏരിയ ഇൻസ്റ്റെഡ് ഓഫ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. അതിന്റെ ഡയമീറ്റർ നമുക്കറിയാം 1.9 ആണ്. അപ്പോൾ അതിന്റെ ഏരിയ എങ്ങനെ കാണാം? പൈ ഡി സ്ക്വയർ ബൈ 4 ആണ് ഡയമീറ്ററിനെ ബേസ് ചെയ്ത് ഏരിയ കാണാനുള്ള ഇക്വേഷൻ. ആൻഡ് ഹിയർ വി ഹാവ് ഗിവൺ ദ ഡയമീറ്റർ ആസ് 1.9. സോ ഏരിയ ഈസ് പൈ 1.9 സ്ക്വയർ ബൈ 4. അപ്പോൾ അതിന്റെ സർക്കുലർ സെക്ഷന്റെ ഏരിയ കിട്ടി. ആൻഡ് ഹൈറ്റ് ഈസ് ഗിവൺ ഇൻ ദ ഫിഗർ ആസ് 3 മീറ്റേഴ്സ്. അത്രയും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ what we will get the quantity 8.5 m cube
total soil has to be excavated for സോക്ക് പിറ്റ്. സോക്ക് പിറ്റിന് വേണ്ടിയിട്ട് 8.5 m³ സോയിൽ നമ്മൾ റിമൂവ് ചെയ്യണം, എക്സ്കവേറ്റ് ചെയ്ത് റിമൂവ് ചെയ്യണം. ആൻഡ് ടോട്ടൽ എർത്ത് വർക്ക് എക്സ്കവേഷൻ എത്രയാണ്? 15.41 പ്ലസ് 8.5 ഗീവ്സ് 23.91. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫൈൻഡ് ദ എർത്ത് വർക്ക് എക്സ്കവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റിക് ടാങ്കിന്റെയും സോക്ക് പിറ്റിന്റെയും എർത്ത് വർക്ക് എക്സ്കവേഷൻ കണ്ട് അതിന്റെ ടോട്ടൽ സമ്മ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെതും സെപ്പറേറ്റ് ചോദിക്കേണ്ട ആവശ്യമില്ല. എർത്ത് വർക്ക് എക്സ്കവേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ക്വാണ്ടിറ്റിയും അതിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഫൗണ്ടേഷൻ ഫോർ സെപ്റ്റിക് ടാങ്ക് ആണ്. സെപ്റ്റിക് ടാങ്കിന്റെ ഫൗണ്ടേഷന്റെ ക്വാണ്ടിറ്റി. ഫൗണ്ടേഷന്റെ ലെങ്ത് നമ്മൾ പറഞ്ഞു 4.7 മീറ്റർ ആണെന്ന്. ഫൗണ്ടേഷന്റെ വീതി 1.9 മീറ്റർ ആണെന്നും പറഞ്ഞു. അതിന്റെ ഉയരം 15 സെന്റിമീറ്റർ ആണെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ സെപ്റ്റിക് ടാങ്കിന്റെ ഫൗണ്ടേഷനെ കുറിച്ചിട്ട് നീളം വീതിയും ഉയരം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ക്വാണ്ടിറ്റി കാണാൻ വളരെ എളുപ്പമാണ്. സോ ലെങ്ത് 4.7, breadth 1.9 and height is 15 centimeter or 0.15 meter. അപ്പോൾ ഇതിൽ നിന്ന് ഈ മൂന്ന് ക്വാണ്ടിറ്റിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. We will get the quantity in m³ of concrete. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ: സിമെന്റ് കോൺക്രീറ്റ് 1:3:6 ഇൻ ഫൗണ്ടേഷൻ ഓഫ് സെപ്റ്റിക് ടാങ്ക്. സെപ്റ്റിക് ടാങ്കിന് 1:3:6 എന്ന അനുപാതത്തിൽ ഉണ്ടാക്കിയ കോൺക്രീറ്റിന്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ കാണുന്നത്. നമ്പർ 1 ഒറ്റത്തവണയേ ചെയ്യുന്നുള്ളൂ. ലെങ്ത് 4.7, ബ്രെഡ്ത്ത് 1.9, ഹൈറ്റ് 0.15 ആൻഡ് ടോട്ടൽ ക്വാണ്ടിറ്റി ഇതും എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1.34 m³ ഓഫ് കോൺക്രീറ്റ് ഈസ് റിക്വയർഡ് ടു കൺസ്ട്രക്ട് ദ ഫൗണ്ടേഷൻ ഓഫ് സെപ്റ്റിക് ടാങ്ക്. ഓക്കെ, now we are going to see the first class brickwork in septic tank. സെപ്റ്റിക് ടാങ്കിലുള്ള ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്കിന്റെ ക്വാണ്ടിറ്റി ആണ് നമ്മൾ ഇതിലൂടെ കാണാൻ പോകുന്നത്. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് എവിടേക്കാണ് വരുന്നത് അതാദ്യം മനസ്സിലാക്കണം. ബ്രിക്ക് വർക്ക് ഇൻ സെപ്റ്റിക് ടാങ്ക് 3 ഫൂട്ടിങ്ങിലാണ് വരുന്നത്. ഫസ്റ്റ് ഫൂട്ടിംഗ്, സെക്കൻഡ് ഫൂട്ടിംഗ് ആൻഡ് തേർഡ് ഫൂട്ടിംഗ്. അതിന്റെ ഡയമെൻഷൻസ് നമ്മൾ ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാക്കി എടുക്കേണ്ടിയിരിക്കുന്നു. ക്വസ്റ്റ്യനിൽ ഈ ലെങ്ത്, ഇന്നർ ലെങ്ത് തന്നിട്ടുണ്ട് 3.7 മീറ്റർ അല്ലേ. ഈ വാളിന്റെ ലെങ്ത്, വാളിന്റെ വിഡ്ത്ത് 40 സെന്റിമീറ്റർ ആണെന്ന് ഇതിനകത്ത് തന്നിട്ടുണ്ട്. ഈ വാളിന്റെയും വിഡ്ത്ത് അത് സിമെട്രിക് ആയതുകൊണ്ട് 40 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഫൂട്ടിങ്ങിന്റെ ക്വാണ്ടിറ്റി കണ്ടാലോ. ഫസ്റ്റ് ഫൂട്ടിങ്ങിന്റെ ക്വാണ്ടിറ്റി 3.7 plus 0.4 plus 0.4 gives 4.5 അല്ലേ. 4.5 മീറ്റർ ആണ് ഈ വാളിന്റെ ലെങ്ത് വരുന്നത്. 40 സെന്റിമീറ്റർ വീതിയുള്ള വാളിന്റെ ലെങ്ത് വരുന്നത്. ആൻഡ് അതിന്റെ വിഡ്ത്ത് എത്ര വരും? ഇവിടുത്തെ അതേ വിഡ്ത്ത് തന്നെ. നമുക്കതിന്റെ ഒരു 3D ഡയഗ്രാം കാണിച്ചു തരാം, അതോടെ നിങ്ങളുടെ കൺഫ്യൂഷൻസ് മാറും. ഏറ്റവും ഔട്ടർ ആയിട്ടുള്ള ഫൗണ്ടേഷനിൽ നിന്നും 10 സെന്റിമീറ്റർ അകത്തോട്ടായിട്ടാണ് ഈ ഫസ്റ്റ് ഫൂട്ടിങ് നിലകൊള്ളുന്നത്. ഈ ഫസ്റ്റ് ഫൂട്ടിങ്ങിലോട്ട് നമുക്ക് രണ്ട് രീതിയിൽ കാണാം. നേരത്തെ കണ്ട പോലെ 3.7നോട് 0.4 ആഡ് ചെയ്തിട്ട് കാണാം. അതല്ലെങ്കിൽ അതിനേക്കാളും എളുപ്പമുള്ള മെത്തേഡ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷന്റെ ടോട്ടൽ ലെങ്ത് നമുക്ക് 4.7 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 4.7ൽ നിന്നും ഇവിടേക്കുള്ള ഈ പ്രൊജക്ഷൻ 10 സെന്റിമീറ്ററും ഇവിടുത്തെ ഒരു 10 സെന്റിമീറ്ററും കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 4.5. അപ്പോൾ നമുക്ക് ഇതിനെ ലോങ് വാളുകളും ഷോർട്ട് വാളുകളും ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഈ ലോങ്സ്റ്റ് വാളിനെ നമുക്ക് ലോങ് വാൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ലോങ് വാളിന്റെ ലെങ്ത് എത്രയാണ്? 4.5 മീറ്റർ. ആൻഡ് ഇപ്പോൾ ഇതും ഒരു ലോങ് വാൾ ആണ്, അതിന്റെ ലെങ്ത് 4.5 മീറ്റർ. അപ്പൊ ഇവിടെ ഈ വിഡ്ത്ത് 1.7 മീറ്റർ ആണ് അല്ലെ. ഈ 1.7 മീറ്ററിലെ ഈ കഷ്ണത്തിനെ, ഈ 0.4നെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തി, ഈ 0.4നെ നമ്മൾ ഇതിലും ഉൾപ്പെടുത്തി ലോങ് വാളിൽ. അപ്പോൾ ബാക്കിയുള്ള ഈ ചെറിയ ഷോർട്ട് വാളിന്റെ ലെങ്ത് എത്രയായിരിക്കും? 1.7 മൈനസ് 0.4 മൈനസ് 0.4, അതായത് 1.7 മൈനസ് 0.8, അത് ഈ വീതി 0.9 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്കത് മനസ്സിലായല്ലോ. ലോങ് വാൾ ആക്കണം, ഷോർട്ട് വാൾ ആക്കണം. ലോങ് വാളിന്റെ നീളം 4.5 ആണെന്നും ഷോർട്ട് വാളിന്റെ നീളം 0.9 ആണെന്നും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. ആൻഡ് ഈ ബ്രിക്ക് വർക്കിന്റെ ഉയരം 40 സെന്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിലെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ഈ ഫസ്റ്റ് ഫൂട്ടിങ്ങിന്റെ ക്വാണ്ടിറ്റി കാണാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്.
അപ്പോൾ ഈ 4.5 കിട്ടിയത് എങ്ങനെയാണെന്നും 1.7 കിട്ടിയത് എങ്ങനെയാണെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കണം. ഫൗണ്ടേഷൻ്റെ ലെങ്ത്തിൽ നിന്നും പ്രൊജക്ഷൻ കുറച്ചതാണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കണം. അതിൻ്റെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എഴുതുമ്പോഴോ ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ 1:4 സിമെന്റ് മോട്ടാർ ഇൻ സെപ്റ്റിക് ടാങ്ക്. അതിലെ ഫസ്റ്റ് ഫൂട്ടിംഗ് ആണ്. അതിനെ നമ്മൾ ലോങ് വാളും ഷോർട്ട് വാളായിട്ട് ഡിവൈഡ് ചെയ്തു. ലോങ് വാളുകൾ 2 ഉണ്ട്, ഷോർട്ട് വാളുകളും 2 ഉണ്ട്. ലോങ് വാളിൻ്റെ ലെങ്ത്ത് 4.5 മീറ്റർ ആണ്. ഷോർട്ട് വാളിൻ്റെ ലെങ്ത്ത് 0.9 മീറ്റർ ആണ്. ബ്രെഡ്ത്ത് രണ്ടിൻ്റെതും തുല്യം തന്നെയാണ്, 40 സെൻറ്റിമീറ്റർ. ഹൈറ്റും രണ്ടിൻ്റെത് തുല്യമാണ്, 40 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി 1.44 m³ ലോങ് വാളിനും വരും, 0.29 m³ ഷോർട്ട് വാളിനും വരും. ഇനി നമുക്ക് രണ്ടാമത്തെ ഫൂട്ടിങ്ങിലോട്ട് പോകാം. രണ്ടാമത്തെ ഫൂട്ടിംഗ് ഇവിടെയാണ് വരുന്നത്. അതിൻ്റെ ഉയരം 50 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഹൈറ്റ് നമുക്ക് അവിടെ നിന്ന് കിട്ടി 0.5. അതിൻ്റെ ലെങ്ത്ത് കാണാൻ എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ ഇവിടെ ടോട്ടൽ ലെങ്ത്ത് 4.7 ആണെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ നിന്ന് 10 കുറഞ്ഞു കഴിഞ്ഞാൽ 4.5 ആണ് ഫസ്റ്റ് ഫൂട്ടിങ്ങിൻ്റെ ലെങ്ത്ത്. അവിടുന്ന് വീണ്ടും ഒരു 10 കുറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഫൂട്ടിങ്ങിൻ്റെ ലെങ്ത്ത് കിട്ടും. അപ്പോൾ 4.5 നിന്ന് 10 കുറഞ്ഞാൽ 4.3. അപ്പോൾ അതിൻ്റെ ഒരു 3D ഡയഗ്രത്തിലോട്ട് നമുക്ക് പോവാം. ഇതാണ് സെക്കൻഡ് ഫൂട്ടിംഗ്. സെക്കൻഡ് ഫൂട്ടിങ്ങിന്റെ ലെങ്ത് 4.3 ആണ്. ഈ 4.3 നമ്മൾക്ക് തന്നിട്ടുള്ള ഫിഗറിൽ നിന്നും ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ് നിങ്ങളുടെ കഴിവ്. അപ്പോൾ എങ്ങനെ ഈ ഫിഗർ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഡാറ്റ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം, ആ തന്നിട്ടുള്ള എലവേഷനിൽ നിന്നും എങ്ങനെ ഞാൻ ഈ ഫിഗർ ഉണ്ടാക്കിയെടുക്കണം, അതിൻ്റെ ലെങ്ത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളിടത്താണ് നിങ്ങളുടെ ചലഞ്ച് ഇരിക്കുന്നത്. അത് നിങ്ങൾ ഈ പ്രോബ്ലം ചെയ്ത് തീരുന്നതോടുകൂടി കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഏത് പ്ലാനുകളും ഏത് എലിവേഷനുകളും തന്നാലും അതിൽ നിന്ന് അതിൻ്റെ 3D വിഷ്വൽസ് നിങ്ങളുടെ മൈൻഡിൽ ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണം. അപ്പോൾ ലെങ്ത് നമുക്ക് കിട്ടി ആൻഡ് ബ്രെഡ്ത്തും നമുക്ക് അറിയാം. കാരണം എന്താ, 1.9 ആയിരുന്നു ടോട്ടൽ ഫൗണ്ടേഷൻ്റെ വീതി. അതിൽ നിന്നും ഒരു 10 ഇവിടെ കുറഞ്ഞു, ഒരു 10 ഇവിടെ കുറഞ്ഞു. അപ്പുറത്തും അതേപോലെ 2 10കൾ. അപ്പോൾ രണ്ട് സൈഡിലും കൂടെ ആയിട്ട് 40 കുറഞ്ഞു. 1.9ൽ നിന്നും 0.4 കുറഞ്ഞു കഴിഞ്ഞാൽ 1.5 വിടുത്തും കിട്ടി. ഇനി ഇതിനെ ലോങ് വാളുകളും ഷോർട്ട് വാളുകളും ആക്കണം. ലോങ് വാളിൻ്റെ ലെങ്ത് ഓൾറെഡി നമുക്ക് ഇവിടെ ഈ മാർക്ക് ചെയ്ത ലെങ്ത് തന്നെയാണ് 4.3. അതിൻ്റെ വീതി 0.3 ആണ് ചുമരിൻ്റെ വീതി. ഇതിൻ്റെ ഉയരം 50 സെൻറ്റിമീറ്റർ ആണ്, ഫിഗറിൽ തന്നിട്ടുണ്ട്. ആൻഡ് ഷോർട്ട് വാളിൻ്റെ നീളമോ 1.5 ആണ് ഇവിടുത്തെ ടോട്ടൽ ലെങ്ത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ വീതി 30 സെൻറ്റിമീറ്ററും ഇവിടുത്തത് 30ഉം, ടോട്ടൽ 60 സെൻറ്റിമീറ്റർ കുറഞ്ഞു. 1.5 ന്ന് 0.6 കുറഞ്ഞാലോ 0.9, താഴത്ത് കണ്ട അതേ ലെങ്ത് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എഴുതിയാലോ. സെക്കൻഡ് ഫൂട്ടിങ്ങിൻ്റെ ലോങ് വാളിന് 2 ഉണ്ട്, ഷോർട്ട് വാളും 2 ഉണ്ട്. ലെങ്ത് 4.3 ആണ്. ഷോർട്ട് വാളിൻ്റെ ലെങ്ത് 0.9 ആണ്. ബ്രെഡ്ത്ത് രണ്ടിൻ്റെതും തുല്യമാണ്, ഹൈറ്റും രണ്ടിൻ്റെത് തുല്യമാണ്. സോ ക്വാണ്ടിറ്റി നമുക്ക് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. 2 × 4.3 × 0.3 × 0.5 ചെയ്ത് കഴിഞ്ഞാൽ 1.29 m³ ഓഫ് മേസൺറി വരുന്നുണ്ട്. ആൻഡ് ഷോർട്ട് വാൾ ആണെന്നെങ്കിലോ 2 × 0.9 × 0.3 × 0.5 ഈസ് ഈക്വൽ ടു 0.27. അപ്പോൾ ലോങ് വാളിൻ്റെയും ഷോർട്ട് വാളിൻ്റെയും ക്വാണ്ടിറ്റി നമ്മൾ ഇതിൽ നിന്നും കണ്ടെത്തി ഫോർ ദ സെക്കൻഡ് ഫൂട്ടിംഗ്. ആൻഡ് സെക്കൻഡ് ഫൂട്ടിങ്ങോട് കൂടി അവസാനിച്ചിട്ടില്ല. വി ഹാവ് ആൾസോ ഗോട്ട് തേർഡ് ഫൂട്ടിംഗ്. തേർഡ് ഫൂട്ടിംഗ് വരുന്നത് എവിടെയാണ്? ഏറ്റവും മുകളിൽ ഗ്രൗണ്ട് ലെവലിൽ പോയി എൻഡ് ചെയ്യുന്നതാണ് തേർഡ് ഫൂട്ടിംഗ്. തേർഡ് ഫൂട്ടിങ്ങിൻ്റെ ഹൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 67.5. 67.5 ആണ് മൂന്നാമത്തെ ഫൂട്ടിങ്ങിൻ്റെ ഉയരം. മൂന്നാമത്തെ ഫൂട്ടിങ്ങിൻ്റെ വീതിയോ 20 ആണ്. ഇത് നമുക്ക് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാലോ. 4.70 ആയിരുന്നു ഇവിടെ, 10 കുറഞ്ഞു, 20 കുറഞ്ഞു, 30 കുറഞ്ഞു. 10, 20, 30. അപ്പോൾ ടോട്ടൽ 30ഉം 30ഉം 60. 4.7ൽ നിന്നും 60 കുറഞ്ഞു കഴിഞ്ഞാൽ 4.1. അപ്പോൾ ലെങ്ത് ഓഫ് വാൾ കിട്ടി. വിഡ്ത്തോ ടോട്ടൽ 1.9ൽ ഇതേപോലെ രണ്ട് സൈഡിൽ നിന്നും 60 കുറഞ്ഞു കഴിഞ്ഞാൽ 1.3. നമുക്കതിൻ്റെ എസ്റ്റിമേറ്റിലോട്ട് നമുക്കതിൻ്റെ 3D ഡയഗ്രത്തിലോട്ട് പോകാം. സോ തേർഡ് ഫൂട്ടിങ്ങിൻ്റെ ലെങ്ത് 4.1 ആണ്, വിഡ്ത്ത് 1.3 ആണ്, വാളിൻ്റെ തിക്നെസ് 0.2 ആണ്, അതായത് 20 സെൻറ്റിമീറ്റർ. ലോങ് വാളുകളാക്കി മാറ്റുന്ന സമയത്ത് ഈ ലോങ് വാളിൻ്റെ ലെങ്ത് 4.1, രണ്ട് ലോങ് വാളുകളുണ്ട് 4.1ൽ, വീതി 0.2, ഹൈറ്റ് 0.675 ആണ്. ഇപ്പോൾ ഇത് റൗണ്ട് ഓഫ് ചെയ്ത് എഴുതിയപ്പോൾ സോഫ്റ്റ്വെയർ റൗണ്ട് ഓഫ് ചെയ്തതാണ്. നിങ്ങൾ എഴുതുന്ന സമയത്ത് കൃത്യമായിട്ട് 675 എന്ന് തന്നെ എഴുതണം. ഓക്കെ. ഇതിൻ്റെ ഷോർട്ട് വാളിൻ്റെ ഇവിടുത്തെ ലെങ്ത് 1.3 ആണ്. അപ്പോൾ ഇപ്പുറത്തും ഉള്ള 0.2 ഈ ലോങ് വാൾ നമ്മൾ കൂട്ടിയതുകൊണ്ട് അത് രണ്ടും കുറക്കാം. 2.2 കുറച്ച് കഴിഞ്ഞാൽ 0.4. 1.3 ന്ന് 0.4 കുറച്ച് കഴിഞ്ഞാൽ 0.9. അഗെയിൻ
ഷോർട്ട് വാളിൻ്റെ ലെങ്ത് 0.9 ആണ്, വിഡ്ത്ത് 0.2 ആണ്, ഹൈറ്റ് 0.675 ആണ്. സോ വി ക്യാൻ റൈറ്റ് ദ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ഓഫ് തേർഡ് ഫൂട്ടിംഗ്. തേർഡ് ഫൂട്ടിങ്ങിൻ്റെ ലോങ് വാൾ 2 ഉണ്ട്, ഷോർട്ട് വാൾ 2 ഉണ്ട്. ലെങ്ത് 4.1, വിഡ്ത്ത് 0.2 ആൻഡ് ഹൈറ്റ് 0.675. ഇതേപോലെ ഷോർട്ട് വാളിൻ്റെ ലെങ്ത് 0.9, ബ്രെഡ്ത്തും ഹൈറ്റും രണ്ടിനും സെയിം തന്നെയാണ്. ആൻഡ് വി വിൽ ഗെറ്റ് ദ ക്വാണ്ടിറ്റി 1.11 ലോങ് വാളും 0.24 ഷോർട്ട് വാളും. ഇതെല്ലാം കൂടെ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ബ്രിക്ക് വർക്ക് കിട്ടും. ആൻഡ് വി ആർ ഗോയിങ് to the reinforced brickwork partition for the partition wall. ബാഫിൾ വാൾ എന്ന് നമ്മൾ വിളിച്ചിരുന്ന ആ ഒരു പോർഷനെ ഈ ക്വസ്റ്റ്യനിൽ പാർട്ടീഷൻ വാൾ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അതിൻ്റെ റീഇൻഫോഴ്സ്ഡ് ബ്രിക്ക് വർക്ക് അതർവൈസ് RB വർക്ക് എന്നും വിളിക്കും. അത് എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇവിടെയാണ് റീഇൻഫോഴ്സ്ഡ് ബ്രിക്ക് വർക്ക് വരുന്നത്. ഇത് ബ്രിക്ക് വർക്കിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യുന്നത്. റീഇൻഫോഴ്സ്ഡ് ബ്രിക്ക് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീലിൻ്റെ കൂടെ ബ്രിക്കിൻ്റെ കൂടെ സ്റ്റീൽ റീഇൻഫോഴ്സ്മെൻറ്റും കൂടെ ചെയ്ത് ഇൻ്റർലോക്ക് ചെയ്ത് ഈ ബ്രിക്ക് വർക്ക് സ്റ്റേബിളായി നിലനിർത്തുന്ന പരിപാടിയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ആവശ്യമുള്ള ഡാറ്റാസ് മൊത്തം എടുക്കാൻ പറ്റണം. അപ്പോൾ ഈ ബ്രിക്ക് വർക്ക് ടോട്ടൽ ഇവിടെ ഒരു 75 ഉണ്ട്, ഒരു 30 ഉണ്ട്, ഒരു 30 ഉണ്ട്. 75 പ്ലസ് 30 ഈസ് 1.35 അല്ലേ? ഈ 1.35 ആണ് ഇതിൻ്റെ ടോട്ടൽ ഹൈറ്റ്. 75 പ്ലസ് 30. ഇനി ഇതിൻ്റെ വീതി 10 സെൻറ്റിമീറ്റർ RB സ്റ്റാൻഡിങ് വാൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ 10 സെൻറ്റിമീറ്റർ ഇതിൻ്റെ തിക്നെസ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വീതി കിട്ടി 0.1. ആൻഡ് ഇനി ഇതിൻ്റെ നീളം, ഈ നീളം കിട്ടണം. ഈ നീളം ഇവിടെ ആൾറെഡി തന്നിട്ടുണ്ട് 0.9 ആണ്. 0.9 ആണ് അപ്പോൾ ഇതിൻ്റെ ഈ നീളം. അപ്പോൾ നീളം കിട്ടി, വീതി 10 സെൻറ്റിമീറ്റർ എന്നറിയാം, ഉയരവും നമുക്ക് കിട്ടി. സോ ഇതിൻ്റെ ക്വാണ്ടിറ്റി കാണാൻ എളുപ്പമല്ലേ? അതിൻ്റെ ഒരു 3D വിഷ്വൽ നോക്കൂ. 1.35 ആണ് അതിൻ്റെ ഉയരം. ആൻഡ് അതിൻ്റെ വീതി 0.9 ആണ്. അത് ആ റൂമിനകത്തെ വീതി തന്നെയാണ്. ഇതിൻ്റെ തിക്നെസ് 10 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ ഈ സ്റ്റാൻഡിങ് വാളിൻ്റെ സെൻറ്ററിൽ ഒരു ഹോള് കൊടുക്കുന്നുണ്ട്. ഇവിടുന്ന് വരുന്ന അക്യുമുലേറ്റഡ് ആയിട്ടുള്ള ഡീകമ്പോസിഷൻ കഴിഞ്ഞിട്ടുള്ള വാട്ടർ ഈ ഹോൾ വഴിയാണ് ഇപ്പുറത്തെ ചേമ്പറിലോട്ട് വരുന്നത്. അപ്പോൾ സ്കമ്മിനെ എല്ലാം ഇപ്പുറത്ത് തന്നെ ലോക്ക് ചെയ്യും, സ്ലെഡ്ജിനെ എല്ലാം ഇവിടെ തന്നെ അത് സെഡിമെൻറ്റ് ചെയ്യിപ്പിക്കും. ആൻഡ് അതിന് ശേഷമുള്ള കമ്പാരിറ്റീവ്ലി പ്യൂർ വാട്ടറാണ് ഈ ഹോൾ വഴി പുറത്തോട്ട് വരിക. അപ്പോൾ അതിന് 10 സെൻറ്റിമീറ്റർ വീതിയുള്ള വാൾ അത്യാവശ്യമാണ്. ഈ റൂമിൻ്റെ ഈ റൂമിൻ്റെ വിഡ്ത്ത് 0.9 തന്നെയാണ് ഈ സ്റ്റാൻഡിങ് പാർട്ടീഷൻ വാളിൻ്റെ വിഡ്ത്ത്. ആൻഡ് ഹൈറ്റ് ഈസ് 1.35. ഈ പാർട്ടീഷൻ വാളിൻ്റെ താഴ്ഭാഗത്തെ വാട്ടർ ലെവൽ മാക്സിമം വരത്തുള്ളൂ. ആ രീതിയിലാണ് നമ്മൾ ഇത് അറേഞ്ച് ചെയ്യുന്നത്. സോ ലെറ്റ്സ് റൈറ്റ് ദ ക്വാണ്ടിറ്റി ഇൻ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ്. ലെങ്ത് എന്ന് പറയുന്നത് റൂമിൻ്റെ അതേ വിഡ്ത്ത് തന്നെയാണ് 0.9. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ, അതിനെ 0.1 എന്ന് എഴുതി. ഹൈറ്റ് നമ്മൾ കണക്ക് കൂട്ടി ഒരു 75 പ്ലസ് 30 അത് 1.35 ആണ്. അപ്പോൾ ഇത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റീഇൻഫോഴ്സ്ഡ് ബ്രിക്ക് വർക്ക് റിക്വയർഡ് ഫോർ പാർട്ടീഷൻ വാൾ 0.122 ആണെന്ന് നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വാണ്ടിറ്റി നമ്മൾ കാണാൻ പോകുന്നത് റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് വർക്ക്. അപ്പോൾ റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് വർക്ക് 3 സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ട് വരുന്നത്. ഒന്ന് സെപ്റ്റിക് ടാങ്കിൻ്റെ റൂഫ് കവർ, സോക്ക് പിറ്റിൻ്റെ റൂഫ് കവർ, പിന്നെ ഇതിൻ്റെ ഇവിടെ വരുന്ന ഈ പൈപ്പ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ബീം ബേസ് ഉണ്ട്. ഈ 3 കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വാണ്ടിറ്റി ആയിട്ടുള്ള സെപ്റ്റിക് ടാങ്കിൻ്റെ റൂഫ് കവർ നോക്കാം. ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ ഇന്നർ ഡൈമെൻഷൻ ഏതൊക്കെയാണ്? 3.7 ലെങ്ത്തും 3.7 ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെ 0.9 വിഡ്ത്തും ഉള്ളത് ഇതിനകത്ത് ഇതാ. അപ്പോൾ ഈ 2 ഡയമെൻഷൻസ് കൊടുത്തിട്ടുണ്ട്, നീളവും വീതിയും. റൂഫ് കവർ എക്സാക്റ്റ് ആയിട്ട് 3.7 × 0.9 അല്ല, കാരണം എന്താ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തോട്ട് വീഴും. അപ്പോൾ അതിൻ്റെ കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു 10 സെൻറ്റിമീറ്റർ ഇതിനകത്തോട്ട് കയറിയിട്ടാണ് നിൽക്കുന്നത്. ബെയറിംഗ് ഉണ്ട്. സ്ലാബ് ചുമരിലോട്ട് 10 സെൻറ്റിമീറ്റർ ആണ് ബെയറിംഗ് ഉള്ളത്. 4 വശങ്ങളിലും അതേപോലെ 10 സെൻറ്റിമീറ്റർ ബെയറിംഗ് ഉണ്ടാവും. അപ്പോൾ 3.7 പ്ലസ് ഇവിടെ ഒരു 10, ഇവിടെ ഒരു 10, അപ്പോൾ 3.9 ആവും. 0.9 പ്ലസ് ഇവിടെ ഒരു 10, ഇവിടെ ഒരു 10, അപ്പോൾ 1.1 ആവും. ഓക്കെ, അപ്പോൾ 3.9 × 1.1 ആണ്
ഈ സ്ലാബിന്റെ നീളവും വീതിയും. ഇനി അതിന്റെ ഉയരമോ ഇവിടെ കൊടുത്തിട്ടുണ്ട് 7.5 സെന്റിമീറ്റർ RCC. സ്ലാബിന്റെ വിശേഷണമാണ് ഈ 7.5 സെന്റിമീറ്റർ RCC. അപ്പോൾ അതിന്റെ തിക്നെസ് 7.5 സെന്റിമീറ്റർ. അതിനെ നമുക്ക് 0.075 മീറ്റർ എന്ന് എഴുതാം. അപ്പോൾ റൂഫിന് ആവശ്യമുള്ള ക്വാണ്ടിറ്റി നമുക്ക് കിട്ടി. അതിന്റെ ഒരു 3D വിഷ്വൽ നോക്കാം. അപ്പോൾ വാളിന്റെ പകുതി കഷ്ണം കളഞ്ഞിട്ട് അതിലോട്ടാണ് നമ്മുടെ ബീം കയറി നിൽക്കുന്നത്. വാൾ ആദ്യം 20 സെന്റിമീറ്റർ ആയിരുന്നു. ഇപ്പൊ 10 സെന്റിമീറ്ററിന്റെ ഒരു വിടുത്തേ നമുക്ക് പുറത്ത് കാണുന്നുള്ളൂ. ബാക്കി 10 സെന്റിമീറ്ററിലോട്ട് കയറിയിട്ടാണ് ഈ റൂഫ് നിൽക്കുന്നത്. ആൻഡ് അതിന്റെ ലെങ്ത് 3.9 ആണ്. അതിന്റെ വിഡ്ത്ത് 1.1 ആണ്. സോ സ്ലാബ് കവർ ഓഫ് സെപ്റ്റിക് ടാങ്ക് 1, 3.9 length, 1.1 breadth and height 0.075. ക്വാണ്ടിറ്റി ഈ മൂന്നും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 0.322 meter cube of concrete in RCC. സോ അടുത്ത ക്വാണ്ടിറ്റിയിലോട്ട് പോവാം. നെക്സ്റ്റ് we have to find the roof cover of sock pit. ഇവിടെയാണ് റൂഫ് കവർ ഓഫ് സോക്ക് പിറ്റ് വരുന്നത്. അപ്പോൾ അവിടെയും കൊടുത്തിട്ടുണ്ട് 7.5 സെന്റിമീറ്റർ RCC കവർ. അപ്പോൾ 7.5 സെന്റിമീറ്റർ തിക്കായിട്ടുള്ള റൂഫ് കവർ തന്നെയാണ് സോക്ക് പിറ്റിനും ഇവിടെ വരുന്നത്. അതിൻ്റെ സോക്ക് പിറ്റിന്റെ റൂഫ് കവറിന്റെ ഡയമീറ്റർ സർക്കുലർ സെക്ഷൻ ആണല്ലോ. അപ്പോൾ അതിന്റെ ഡയമീറ്റർ എങ്ങനെയായിരിക്കും? അപ്പോൾ ഈ കിണർ പോലത്തെ ഈ സോക്ക് പിറ്റിന്റെ ഇന്നർ ഡയമീറ്റർ 1.5 മീറ്റർ ആണ്. ഈ 1.5 മീറ്ററിലാണോ ഉണ്ടാക്കുക? അല്ല, ഒരു 10 സെന്റിമീറ്റർ ചുമരിലോട്ട് കയറി നിൽക്കണം ഇരുവശങ്ങളിലും. അപ്പോൾ 1.5 പ്ലസ് 0.1 പ്ലസ് 0.1 രണ്ട് വശങ്ങളിലും. സോ 1.7 മീറ്റർ വരും എന്ത് സോക്ക് പിറ്റിന്റെ റൂഫ് കവറിന്റെ ഡയമീറ്റർ 1.7 മീറ്റർ. അപ്പോൾ അതിന്റെ തിക്നെസ്സും അറിഞ്ഞു, അതിന്റെ ഡയമീറ്ററും അറിഞ്ഞു. അപ്പോൾ ആ പിക്ചറാണ് ഇവിടെ കാണുന്നത്. ഇതിൽ ഈ വാളിലോട്ട് പകുതി കയറി നിൽക്കുന്ന ഇമേജ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. 1.7 മീറ്റർ ആണ് അതിന്റെ ഡയമീറ്റർ വരുന്നത്. ആൻഡ് അതിന്റെ തിക്നെസ് അപ്രോക്സിമേറ്റ്ലി 7.5 സെന്റിമീറ്റർ ആണ്. അതായത് 0.075. അത് നമുക്ക് പിക്ചറിന്ന് കിട്ടി. ഓക്കെ, കൺഫ്യൂഷൻസ് ഒന്നും വരാൻ പാടില്ല. റൂഫ് കവർ നിൽക്കുന്നത് 7.5 സെന്റിമീറ്റർ തിക്കിൽ. ക്വാണ്ടിറ്റി എഴുതാം. RCC വർക്കിൽ തന്നെയാണ് സ്ലാബ് കവറിന്റെ താഴെ സെപ്റ്റിക് ടാങ്കിന്റെ കവറിന് താഴെയായിട്ടാണ് സോക്ക് പിറ്റ് എഴുതുന്നത്. സ്ലാബ് കവർ ഓഫ് സോക്ക് പിറ്റ് നമ്പർ 1 തന്നെയാണ്, ഒന്നേ ഉള്ളൂ. അതിന്റെ ഏരിയ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. പൈ ഇൻറ്റു d²/4. ഇവിടെ ഡയമീറ്റർ എത്രയാണ്? 1.7. സോ പൈ ഇൻറ്റു 1.7 square/4 ആണ് ഏരിയ ഓഫ് റൂഫ് ഫോർ സോക്ക് പിറ്റ് അല്ലേ. ക്രോസ് സെക്ഷൻ ഏരിയ കിട്ടി. ആൻഡ് ഹൈറ്റ് ഈസ് 0.075 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആൻഡ് ഈ ഏരിയ ഇൻറ്റു ഈ ഹൈറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റു 1 ഇവിടുത്തെ നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 0.17 m³ ഓഫ് കോൺക്രീറ്റ് ഈസ് റിക്വയർഡ് ഇൻ RCC വർക്ക് ഫോർ സോക്ക് പിറ്റ് റൂഫ് അല്ലേ. സോക്ക് പിറ്റിന്റെ റൂഫിന്റെ RCC വർക്കിന് നമുക്ക് 0.17 m³ കോൺക്രീറ്റ് വേണം എന്ന് നമുക്ക് മനസ്സിലായി. ആ കോൺക്രീറ്റ് മാത്രമല്ല, ഇൻക്ലൂഡിങ് സ്റ്റീൽ ആട്ടോ, ടോട്ടൽ വോളിയം ആണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് RCC എന്ന് പറയുന്നത്. റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റിന്റെ ടോട്ടൽ വോളിയം ആണ്. അപ്പോൾ നമുക്ക് ഇനി ഒരു കോമ്പണന്റ് ഇവിടെ കാണാനുണ്ട്. ഏതാണത്? ഈ പൈപ്പ് റെസ്റ്റ് ചെയ്യുന്ന ഈ ബേസ് ആണ്. അപ്പോൾ ഈ പൈപ്പ് റെസ്റ്റ് ചെയ്യുന്ന ബേസിനെ കുറിച്ചിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് 15 × 6 സെന്റിമീറ്റർ RCC ഫോർ സപ്പോർട്ട് ഓഫ് പൈപ്പ്. പൈപ്പിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 15 സെന്റിമീറ്റർ വീതിയും 6 സെന്റിമീറ്റർ ഉയരവുമുള്ള RCC. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇതിനകത്തെ ഡയമീറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് അതിന്റെ പിക്ചർ. ഈ പൈപ്പ് റെസ്റ്റ് ചെയ്യുന്നിടത്ത് ഡാഷ്ഡ് ലൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 15 സെന്റിമീറ്റർ വീതിയാണ്, 6 സെന്റിമീറ്റർ ആണ് അതിന്റെ ഉയരം. അങ്ങനത്തെ ഒരു കഷ്ണമാണ്. ആൻഡ് അതിന്റെ നീളം എന്ന് പറയുന്നത് ഇതിന്റെ അകത്തെ ഡയമീറ്റർ 1.5 മീറ്റർ ആണല്ലോ.
ഈ 1.5 മീറ്ററിനോട് ഇവിടെയും ഇവിടെയും കുറച്ച് കയറി നിൽക്കുന്നുണ്ട്. 5 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ അകത്തോട്ട് കയറി നിൽക്കുന്നുണ്ട് ഈ ഒരു ബെയറിങ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടോട്ടൽ എത്ര വരുന്നത് എന്ന് നോക്കാം. ഇങ്ങനെയാണ് അതിൻ്റെ ഫിഗർ വരുന്നത്. നോക്കൂ, കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ഫിഗർ കാണാം. 15 സെന്റിമീറ്റർ വീതി വരുന്നുണ്ട്. 6 സെന്റിമീറ്റർ ആണ് അതിൻ്റെ ഉയരം വരുന്നത്. ഇങ്ങനത്തെ ഒരു കോൺക്രീറ്റിന്റെ ബീം പോലെയാണ് അത് നിൽക്കുന്നത്. ഈ പൈപ്പിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴെ ഉള്ളത് ഒരു ഫിൽറ്റർ ലെയർ ആണ്, അത് ഉറപ്പിച്ചിട്ടില്ല. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ഇളക്കം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു ബീം ഉണ്ടെങ്കിലാണ് അതിൽ ഒന്ന് പൈപ്പ് എപ്പോഴും ഫിക്സഡ് ആയിട്ട് നിൽക്കത്തുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒരു ബീം പോലെ ഒരു കഷ്ണം ഇവിടെ കൊടുക്കുന്നത്. ആൻഡ് അതിൻ്റെ ലെങ്ത്, ഇതിൻ്റെ ഇന്നർ ഡയമീറ്റർ 1.5 മീറ്റർ ആയിരുന്നു. ആൻഡ് അതിനോട് ഞാൻ 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞത് തെറ്റായി പോയിട്ടുണ്ട്. 10 സെന്റിമീറ്റർ ഇവിടെയും 10 സെന്റിമീറ്റർ ഇവിടെയും ബെയറിംഗ് ഉണ്ട്. സോ ടോട്ടൽ 1.5 ഇന്നർ ഡയമീറ്റർ പ്ലസ് 0.1 പ്ലസ് 0.1 ഡയമീറ്റർ, ഇത് ഉള്ളോട്ടുള്ള ബെയറിംഗ് കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ 1.7 മീറ്റർ കിട്ടും. അപ്പോൾ ടോട്ടൽ ലെങ്ത് മനസ്സിലായല്ലോ എങ്ങനെയാണ് കണക്ക് കൂട്ടുകയെന്ന്. ഇന്നർ ഡയമീറ്ററിനോട് ചുമരിനകത്തോട്ട് തള്ളി നിൽക്കുന്ന 10 സെന്റിമീറ്റർ ഇരുവശങ്ങളിലും ഉണ്ട്. അങ്ങനെയാണ് നമുക്ക് 1.7 മീറ്റർ ലെങ്ത് എന്ന് കിട്ടുന്നത്. വീതിയും ഉയരവും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് റൈറ്റ് ദ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. RCC വർക്കിന്റെ മൂന്നാമത്തെ പാർട്ടായിട്ട് RCC സപ്പോർട്ട് ഫോർ പൈപ്പ് ഇൻ സോക്ക്പിറ്റ് എത്ര എണ്ണം ഉണ്ട്? ഒറ്റൊന്ന്. അതിൻ്റെ നീളം 1.7, അത് കിട്ടിയത് 1.5 ഇന്നർ ഡയമീറ്റർ പ്ലസ് 0.1 ഓരോ വശങ്ങളിലും. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 15 × 6 എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അതിൽ 15.15 മീറ്റർ ആക്കി എഴുതി, 6നെ 0.06 ആക്കി എഴുതി. ആൻഡ് ടോട്ടൽ ക്വാണ്ടിറ്റി വി വിൽ ഗെറ്റ് ആസ് 0.015 മീറ്റർ ക്യൂബ്. ഓക്കെ, അടുത്ത ക്വാണ്ടിറ്റി ഇനി എന്താ നമുക്ക് കാണാനുള്ളത്? ഇതിൽ ടോട്ടൽ നമ്മൾ കണ്ടെത്തണം. ആൻഡ് ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ഐറ്റം, 12 mm പ്ലാസ്റ്ററിങ്. ഈ 12 mm പ്ലാസ്റ്ററിങ് വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട് മിക്സ് ചെയ്ത് ആണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം ക്വസ്റ്റ്യൻ്റെ ആദ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 12 mm പ്ലാസ്റ്ററിങ് 3 ഭാഗങ്ങളിലായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് സെപ്റ്റിക് ടാങ്കിൻ്റെ ഇന്നർ സൈഡ്, രണ്ടാമത്തത് ഈ സ്റ്റാൻഡിംഗ് പാർട്ടീഷൻ വാളിൻ്റെ വശങ്ങളിൽ, മൂന്നാമത്തത് സ്റ്റാൻഡിംഗ് പാർട്ടീഷൻ വാളിൻ്റെ മുകളിൽ. ഇങ്ങനെ 3 കഷ്ണങ്ങളിലായിട്ടാണ് നമുക്ക് പ്രധാനമായിട്ടും പ്ലാസ്റ്ററിങ് ചെയ്യാനുള്ളത്. അപ്പോൾ ആ പ്ലാസ്റ്ററിങ് ചെയ്യുന്ന സമയത്ത് ആദ്യം വാളിൻ്റെ സൈഡുകളൊന്ന് നോക്കാം. ഇവിടുത്തെ ലെങ്ത് എത്രയാണ്? 3.7 മീറ്റർ നീളത്തിൽ പ്ലാസ്റ്റർ ചെയ്യണം, അവിടെയും അവിടെയും. അപ്പോൾ അതിനെ ലോങ് വാളായിട്ട് എടുക്കാമല്ലോ അല്ലേ? ഈ നീളത്തിലുള്ള ഒരു വാൾ ലോങ് വാൾ, ഈ നീളത്തിലുള്ള രണ്ടാമത്തതും ലോങ് വാൾ. 3.7 മീറ്റർ ആണ് ലോങ് വാളിൻ്റെ നീളം. ഷോർട്ട് വാളോ 0.9. അപ്പോൾ ഷോർട്ട് വാളിൻ്റെ നീളം 0.9 ആണ്, എണ്ണം 2 എണ്ണം ഉണ്ട്. ഇവയുടെയൊക്കെ ഹൈറ്റ് എത്രയാണ് വരുന്നത്? ഹൈറ്റ് അപ്രോക്സിമേറ്റ്ലി ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, 1.2 മീറ്റർ അപ് ടു ദ വാട്ടർ ലെവൽ, ആൻഡ് വാട്ടർ ലെവലിൻ്റെ മുകളിൽ 30. അപ്പോൾ ടോട്ടൽ പ്ലാസ്റ്റർ ചെയ്യാനുള്ള ഉയരം 1.5 മീറ്റർ. ഓക്കെ, അപ്പോൾ പ്ലാസ്റ്ററിങ്ങിൻ്റെ ഉയരം നമുക്ക് കിട്ടിയല്ലോ, 1.5 മീറ്റർ ആണ് നമുക്ക് ടോട്ടൽ പ്ലാസ്റ്റർ ചെയ്യാനുള്ളത്. ആൻഡ് അവയുടെ പ്ലാസ്റ്ററിങ്ങിൻ്റെ ചുമരിൻ്റെ നീളം 3.7 ഉള്ള 2 ചുമരുകളുണ്ട്, 0.9 ഉള്ള 2 ചുമരുകളുണ്ട്. 3.7 നീളം, 0.9 വീതി. ഇവിടെയും 0.9 വീതി ഉണ്ട്. ഇവിടുത്തെ ചുമരിലും കൂടെ 3.7 നീളത്തിൽ വരും. ആൻഡ് അവയുടെ ഉയരം 1.5 ആണ് വരുന്നത്. അപ്പോൾ 12 mm plastering inside septic tank with 1:2 cement mortar mixed with waterproofing compound പറയുകയാണെന്നുണ്ടെങ്കിൽ 3.7 മീറ്റർ ലെങ്ത്തും
1.5 മീറ്റർ ഉയരവും കൊടുത്താൽ ടോട്ടൽ 11.1 എം സ്ക്വയർ പ്ലാസ്റ്ററിങ് 2 ലോങ് വാളുകൾക്ക് റിക്വയർഡ് ആണ്. 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും. ആൻഡ് ഷോർട്ട് വാളിനാണെങ്കിലോ 2 ഷോർട്ട് വാൾ വിത്ത് 0.9 ലെങ്ത് ആൻഡ് 1.5 ഹൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 2.7 എം സ്ക്വയർ പ്ലാസ്റ്ററിങ് എന്നും കിട്ടും. അപ്പോൾ ടോട്ടൽ പ്ലാസ്റ്ററിങ് ഓൺ ദ വാൾസ് ഓഫ് സെപ്റ്റിക് ടാങ്ക് നമുക്ക് ഇവ സം ചെയ്താൽ കിട്ടും. ഇത് മാത്രമല്ല, നമുക്ക് ഇനിയും കാണാനുണ്ട്. അതുകൂടെ കണ്ടിട്ട് നമുക്ക് ടോട്ടൽ പ്ലാസ്റ്ററിങ് എത്ര ഉണ്ടെന്ന് നോക്കാം. Next, we have to find the plastering on the sides of standing partition wall. Standing partition wallന്റെ വശങ്ങളിൽ എത്ര പ്ലാസ്റ്ററിങ് റിക്വയർഡ് ആണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ സ്റ്റാൻഡിംഗ് പാർട്ടീഷൻ വാളിന്റെ ഹൈറ്റ് വരുന്നത് എത്രയാണ്? 1.2 മീറ്റർ നേരെ വെള്ളത്തിന്റെ താഴെ, ഇതാണ് വാട്ടർ ലെവൽ. വാട്ടർ ലെവലിന്റെ താഴെ 1.2 മീറ്റർ, അതിന്റെ മുകളിൽ 15 സെന്റിമീറ്റർ അല്ലേ? സോ ടോട്ടൽ 1.35 ആണ് ഈ സ്റ്റാൻഡിംഗ് പാർട്ടീഷൻ വാളിന്റെ ഉയരം വരുന്നത്. അപ്പോൾ ഈ ഉയരത്തിൽ വീതിയോ 0.9 മീറ്റർ. അപ്പോൾ 0.9 മീറ്റർ വീതി, 1.35 ഉയരം. ഇങ്ങനത്തെ ഒരു റെക്ടാങ്കുലാർ പീസിലാണ് പ്ലാസ്റ്ററിങ് വരുന്നത്. ഒരു സൈഡിൽ മാത്രമല്ല, അതിന്റെ 2 സൈഡിലും വരുന്നുണ്ട്. ഇവിടെ ഈ വശത്ത് നമുക്ക് പ്ലാസ്റ്റർ ചെയ്യണം. അപ്പോൾ അതിന്റെ ഉയരം എത്രയാണ്? 1.35, അതിന്റെ നീളം 0.9. ഓക്കെ, ഈ പ്ലാസ്റ്ററിങ് നമുക്ക് ചെയ്യണം. അതേപോലെ അതിന്റെ ഈ സൈഡിലും നമുക്ക് പ്ലാസ്റ്റർ ചെയ്യണം. പ്ലാസ്റ്റർ ചെയ്തിട്ടുള്ള ഇമേജ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തന്നുള്ളത്. അപ്പോൾ അതിന് നീളവും ഉയരവും മാത്രം നമുക്ക് കിട്ടിയാൽ മതി. പാർട്ടീഷൻ വാൾ ബോത്ത് സൈഡ്സ്. അപ്പോൾ 2 സൈഡുള്ളത് കൊണ്ട് അതിനെ 2 നമ്പേഴ്സ് എഴുതി. ഒരു സൈഡിന്റെ നീളം 0.9 ആണ്, വീതി നമ്മൾ കൊടുക്കണ്ട. അതിന്റെ ഉയരം 1.35 മീറ്റർ ആണ്. അപ്പോൾ ഇത് 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 2.43 എം സ്ക്വയർ ഓഫ് പ്ലാസ്റ്റർ റിക്വയർഡ് ഓൺ ദ സൈഡ്സ് ഓഫ് പാർട്ടീഷൻ വാൾ. ആൻഡ് നെക്സ്റ്റ് ഒരു കഷ്ണം കൂടെ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ ടോപ്പ് ഓഫ് ഈ പാർട്ടീഷൻ വാൾ. പാർട്ടീഷൻ വാളിന്റെ മുകൾ ഭാഗം. കാരണം പാർട്ടീഷൻ വാൾ നിലത്ത് മേലെ റൂഫിൽ തട്ടിയിട്ടല്ല നിൽക്കുന്നത്, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അതിന്റെ മുകൾ ഭാഗം കൂടെ പ്ലാസ്റ്റർ ചെയ്യൽ അത്യാവശ്യമാണ്. അപ്പൊ ആ കഷ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ 0.9 നീളവും പിന്നെ ഈ വീതി എത്രയാണ്? 10 സെന്റിമീറ്റർ ആണ്. കാരണം 10 സെന്റിമീറ്റർ RB സ്റ്റാൻഡിംഗ് വാൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിന്റെ തിക്നെസ് 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഈ 10 സെന്റിമീറ്റർ വീതിയിൽ ഈ പിന്നെ 0.9 നീളത്തിൽ ഈ ഒരു റെക്ടാങ്കുലാർ പീസ്, ഈ റെക്ടാങ്കുലാർ സ്ട്രിപ്പും കൂടെ നമുക്ക് പ്ലാസ്റ്റർ ചെയ്യണം. ഈ ഒരു കഷ്ണം ഇപ്പൊ 0.9 ആണ് അതിന്റെ നീളം, 10 സെന്റിമീറ്റർ അതായത് 0.1 ആണ് അതിന്റെ വീതി. അപ്പൊ ഈ ഒരു സ്ട്രിപ്പും കൂടെ പ്ലാസ്റ്റർ ചെയ്യണം. സോ പാർട്ടീഷൻ വാളിന്റെ ടോപ്പ് ഒറ്റൊന്നേ ഉള്ളൂ, 0.9 നീളം, 0.1 വീതി. We will get 0.09 m square of plaster is required on the top of the partition wall. അപ്പോൾ നമുക്ക് ടോട്ടൽ പ്ലാസ്റ്ററിങ് കിട്ടും. അതിൽ നിന്ന് ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 16.32 എം സ്ക്വയർ ഓഫ് പ്ലാസ്റ്റർ ആണ് നമുക്ക് മൊത്തം ഈ സെപ്റ്റിക് ടാങ്കിന്റെ അകത്ത് ആവശ്യം വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് കാണുന്നത് സിമെന്റ് കോൺക്രീറ്റ് ഫ്ലോറിംഗ് ഇൻസൈഡ് ദ സെപ്റ്റിക് ടാങ്ക് ആണ്. സെപ്റ്റിക് ടാങ്കിനകത്ത് വരുന്ന സിമെന്റ് കോൺക്രീറ്റ് ഫ്ലോർ. പിക്ചറിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല എന്ത് ഈ ഫ്ലോറിന്റെ ഡിമെൻഷൻസ് എങ്ങനെയാണ് വരുന്നത് എന്ന്. അപ്പൊ ഇവിടെ ഒരു 10 സെന്റിമീറ്റർ ആണെന്ന് കാണിച്ചിട്ടുണ്ട്, ഇവിടെ എക്സാക്ട് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടില്ല. 1/40 സ്ലോപ്പ് എന്നും പറയുന്നുണ്ട്. അങ്ങനെ ക്വാണ്ടിറ്റി വൈസ് നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടത്, ഇവിടെ 0 ആയിട്ട് അസ്യൂം ചെയ്യുന്നു, ഇങ്ങോട്ട് 10 ആയിട്ട് അസ്യൂം ചെയ്യുന്നു. അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് ഹൈറ്റ് കൂടി വരിക. അപ്പൊ നമ്മൾ കഴിഞ്ഞ സെപ്റ്റിക് ടാങ്കിൽ കണ്ടതാണത്. ഈ അപ്വേർഡ് സ്ലോപ്പ് കൊടുക്കുന്നത് വാട്ടറിന്റെ ഫ്ലോ റിട്ടാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു തടസ്സം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്കൊരു ആവറേജ് ആയിട്ട് നമുക്ക് അതിന്റെ ഹൈറ്റ് ഒരു 5 സെന്റിമീറ്റർ എടുക്കാം അല്ലെ. അപ്പൊ ഇവിടെ ഹൈറ്റ് ഡിഫറൻസുകൾ ഉണ്ട്. ഇവിടെ 0 ആണ്, ഇവിടെ 10 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആവറേജ് ഹൈറ്റ് ആയിട്ട് നമുക്ക് 5 എടുക്കാം. അപ്പൊ 5 ആവറേജ് ഹൈറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വീതി എത്രയാണ്? 90 സെന്റിമീറ്റർ വീതിയും 3.7 മീറ്റർ നീളത്തിലുമാണ്
നമുക്ക് ഈ ഫ്ലോർ ചെയ്യാനുള്ളത്, സെപ്റ്റിക് ടാങ്കിന്റെ ഫ്ലോർ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ മതിലിന്റെ പണി കഴിഞ്ഞതിന് ശേഷം ഈ പ്രോപ്പർ വാട്ടർ പെനിട്രേഷൻ ഒക്കെ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഫ്ലോറും കൂടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കോൺക്രീറ്റിന്റെ ഫ്ലോർ എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതാണ് കോൺക്രീറ്റിന്റെ ഒരു ഫ്ലോർ ആയിട്ട് വരിക. ഇവിടെ 10 സെന്റിമീറ്റർ ആണ് ഉയരം, ഇവിടെ 0 സെന്റിമീറ്റർ ആണ് ഉയരം. അപ്പോൾ ഇതിന്റെ ആവറേജ് എന്ന് പറയുമ്പോൾ 10 + 0/2 ഇറ്റ് ഈസ് 5 സെന്റിമീറ്റർ ഹൈറ്റ് ആവറേജ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അതിന് നമുക്ക് ഇതിന്റെ നീളവും വീതിയും കൂടെ അറിയാലോ പിക്ചറിൽ നിന്ന്. നീളം എത്രയാണ്? 3.7 മീറ്റർ ആണ്. വീതി 0.9 മീറ്റർ ആണ്. സെപ്റ്റിക് ടാങ്കിന്റെ അകത്തെ വീതിയാണത്. അപ്പോൾ ഈ 3 ഡയമെൻഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് എഴുതാൻ പറ്റും. സിമെന്റ് കോൺക്രീറ്റ് ഫ്ലോർ 1:2:4 കോൺക്രീറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. 5 സെന്റിമീറ്റർ ആണ് അതിന്റെ ആവറേജ് തിക്നെസ്. നമ്പർ 1, ലെങ്ത് 3.7, ബ്രെഡ്ത്ത് 0.9 ആൻഡ് ഹൈറ്റ് നമുക്ക് ഇവിടെ ആവശ്യം വരുന്നില്ല, കാരണം ഫ്ലോറിംഗ് ഇവിടെ m² പറയുന്നത്. ഓക്കെ, ഫ്ലോറിംഗ് നമ്മൾ m² പറയുന്നത്. സോ വി വിൽ ഗെറ്റ് ടോട്ടൽ ഫ്ലോറിംഗ് ഏരിയ 3.33 m². ഇവിടെ സിമെന്റ് കോൺക്രീറ്റ് ക്വാണ്ടിറ്റി നമ്മൾ സാധാരണ നമ്മൾ ഫൗണ്ടേഷൻ കോൺക്രീറ്റ് m³ കണ്ട പോലെയല്ല. ഫ്ലോറിംഗ് ഇപ്പം നമ്മൾ ടൈൽ ഫ്ലോറിംഗ് പറയുന്നത് എങ്ങനെയാ? m². അതേപോലെ ഇവിടുത്തെ സിമെന്റ് കോൺക്രീറ്റ് ഫ്ലോർ പറയുന്നത് m². ക്വസ്റ്റ്യനിൽ പ്രത്യേകം തന്നിട്ടുണ്ടായിരുന്നു 5 സെന്റിമീറ്റർ തിക്നെസ് ഉള്ള ഫ്ലോറിംഗ് ആണ് കൊടുക്കുന്നതെങ്കിൽ അത് എത്ര ഏരിയ ആണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിവിടെ m² ക്വാണ്ടിറ്റി തന്നിട്ടുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് കാണാൻ പോകുന്നത് ഏതാണ്? സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വർക്ക്. സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വർക്ക് എവിടെയാണ് വരുന്നത്? സോക്ക്-പിറ്റിലാണ്. അപ്പോൾ സോക്ക്-പിറ്റിന്റെ സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വർക്ക് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഈ ഹൈറ്റിലാണ് സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വർക്ക് വരുന്നത് സോക്ക്-പിറ്റിന്റെ. ആ ഹൈറ്റ് ഓൾറെഡി അവിടെ കൊടുത്തിട്ടുണ്ട് 3 മീറ്റർ. ഇപ്പൊ ഇതിന്റെ ഇടയിൽ ഇവിടെ ഹണികോംബ് വാള് വരുന്നുണ്ട്. ഹണികോംബ് വാൾ എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഹോള് കൊടുത്തുകൊണ്ടുള്ള വാളാണ്. നമ്മൾ അട്രാക്റ്റീവ് അപ്പിയറൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ചുമരിൽ അട്രാക്റ്റീവ് അപ്പിയറൻസും ലൈറ്റ് ഉള്ളിലോട്ട് കയറാനും വെന്റിലേഷൻ ഉണ്ടാവാനൊക്കെ വീടുകളിൽ നമ്മൾ ഈ ഹണികോംബ് വാള് കൊടുക്കാറുണ്ട്. ഈ ചുമരിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്രിക്ക് വർക്കായിട്ട് മൂടാതെ ഇടയ്ക്കിടയ്ക്ക് ഹോളുകൾ കൊടുത്തുകൊണ്ട് ഉള്ള സ്ട്രക്ചറാണ് ഹണികോംബ് വാൾ. ഈ ഹണികോംബ് വാളാണ് നമ്മൾ സോക്ക്-പിറ്റിന്റെ സെന്ററിൽ ചുമരിൽ കൊടുക്കുന്നത്. അപ്പോൾ അതടക്കമുള്ള ടോട്ടൽ സ്ട്രക്ചർ 3 മീറ്റർ ആണ്. അപ്പോൾ അതിന് വേറെ ഒരു ക്വാണ്ടിറ്റി ആയിട്ട് കുറച്ചിട്ടോ കൂട്ടിയിട്ടോ ഒന്നും കാണുന്നില്ല. ഒറ്റ സ്ട്രെച്ചിൽ സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വർക്കാണ് നമ്മൾ കാണുന്നുള്ളൂ. ടോട്ടൽ ഹൈറ്റ് 3 മീറ്റർ ആണ്. അപ്പോൾ ഈ വട്ടത്തിലാണ് ഇത് ചെയ്യുന്നത്. അതിന്റെ ഇന്നർ ഡയമീറ്റർ 1.5 ആണ്. അതിന്റെ ഔട്ടർ ഡയമീറ്ററോ 1.5നോട് 0.2 കൂടി കഴിഞ്ഞാൽ 1.9 ആണ്. അപ്പോൾ 1.9 ഔട്ടർ ഡയമീറ്ററും 1.5 ഇന്നർ ഡയമീറ്റർ ഉണ്ടെങ്കിൽ അതിന്റെ മീൻ സർക്കംഫറൻസ് കാണാൻ, അതായത് നടുവത്തെ ഡയമീറ്റർ 1.7 ആയിരിക്കും അതിന്റെ ആവറേജ്. അപ്പോൾ πd ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? മീൻ സർക്കംഫറൻസ്, അതായത് സെൻട്രൽ ലൈൻ കിട്ടും. π × 1.7 ചെയ്താൽ ഇതിന്റെ നടുവ് കൂടി പോകുന്ന സെൻട്രൽ ലൈൻ ലെങ്ത് കിട്ടും. ഈ സെൻട്രൽ ലൈൻ ലെങ്ത് ഇൻറ്റു വീതി ഇൻറ്റു ഈ ഉയരം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ടോട്ടൽ ക്വാണ്ടിറ്റി ഇൻ m³ ഓഫ് സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വർക്ക് കിട്ടും. അപ്പോൾ ഇതൊരു കിണറിന്റെ പടവ് പോലത്തെ സ്ട്രക്ചറാണ്. അപ്പോൾ അതിന്റെ ഇന്നർ ഡയമീറ്റർ 1.5 ആണ്. ചുമരിന്റെ തിക്നെസ് 0.2 ആണ്. അപ്പോൾ ഇവിടെയും ഒരു 0.2, ടോട്ടൽ വരുമ്പോൾ 1.9 ആണ് ഇവിടുത്തെ ഔട്ടർ ടു ഔട്ടർ ഡയമെൻഷൻ വരുന്നത്, ഡയമീറ്റർ വരുന്നത്. അപ്പോൾ അതിന്റെ ആവറേജ് ഡയമീറ്റർ എന്ന് പറയുമ്പോൾ സെന്റർ വരുമ്പോൾ 1.7 ആണ്. അപ്പോൾ അത് വെച്ചിട്ട് അതിന്റെ πd വെച്ച് സെൻട്രൽ ലൈൻ കാണുന്നു, വീതി മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഉയരം മൾട്ടിപ്ലൈ ചെയ്യുന്നു. വി വിൽ ഗെറ്റ് ദ ക്വാണ്ടിറ്റി. Second class brickwork in 1:6 cement mortar including honeycomb wall and it is considered as solid. honeycomb wall കൂടെ വരുന്നുണ്ട്. അതിനെ സോളിഡ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വർക്ക് ടോട്ടൽ കാണുന്നത്. അതായത് സെപ്പറേറ്റ് ആയിട്ട് ഹണികോംബ് വാൾ ഇത്ര ക്വാണ്ടിറ്റി, ഹണികോംബ് ഇല്ലാത്ത വാൾ ഇത്ര ക്വാണ്ടിറ്റി എന്ന് കാണുന്നില്ല എന്നർത്ഥം. അപ്പോൾ അതിന് നമ്പർ 1 ആണ്. ലെങ്ത് എന്നുള്ളത് സെൻട്രൽ ലൈൻ ലെങ്ത് ആണ്. മീൻ സർക്കംഫറൻസ് ഓഫ് ദ റിംഗ് ഈസ് ദ സെൻട്രൽ ലൈൻ ലെങ്ത് എന്ന് കൺസിഡർ ചെയ്തിട്ട് π × ആവറേജ് ഡയമീറ്റർ,
ആവറേജ് ഡയമീറ്റർ എങ്ങനെ നമുക്ക് കിട്ടി? 1.5 ഇന്നറും 1.9 ഔട്ടറിൻ്റെവും കൂടെ ആവറേജ് 1.7. പൈ ഡി ലെങ്ത് കിട്ടി, 0.2 വീതി കിട്ടി, 3 മീറ്റർ ഹൈറ്റും കൊടുത്തു. എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് സെക്കൻഡ് ക്ലാസ് ബ്രിക്ക് വർക്ക് മീറ്റർ ക്യൂബിലുള്ള യൂണിറ്റ് കിട്ടി. 3.2 മീറ്റർ ക്യൂബാണ് അതിൻ്റെ ക്വാണ്ടിറ്റി. അടുത്തത് നമ്മൾ കാണുന്നത് ജാമ ബ്രിക്ക് ബെല്ലാസ്റ്റ് ആണ്. ബ്രിക്ക് ബെല്ലാസ്റ്റ് എവിടെയാണ് വരുന്നത്? രണ്ട് സംഭവങ്ങളുണ്ട്. ബ്രിക്ക് ബാറ്റുകളും വരുന്നുണ്ട്, ബ്രിക്ക് ബെല്ലാസ്റ്റുകളും വരുന്നുണ്ട്. 60 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് വരുന്നത്. ഈ പിക്ചറിൽ അവർക്ക് അത് കൃത്യമായിട്ട് കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിഗർ ആയതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ ഈ ടോപ്പ് തൊട്ട് ഇവിടെ ഒരു ലൈന് വരുന്നുണ്ട്. ഇതിന്റെ ഇടയിലാണ് ഈ ബ്രിക്ക് ബെല്ലാസ്റ്റ് വരുന്നത്. ഓക്കെ, ഈ ബ്രിക്ക് ബെല്ലാസ്റ്റിന്റെ വലിപ്പം വളരെ കുറവാണ്, ചെറിയ ചെറിയ കഷ്ണങ്ങളാണ്. 50 mm ഗേജ് എന്നാണ് പറയുന്നത്. 50 mm ഗേജ് എന്ന് പറയുമ്പോൾ ഏകദേശം 5 സെന്റിമീറ്ററിന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ അതിലുണ്ടാവാം. പിന്നെ അതും ചെറുതും ചെറിയ പൊട്ടുകളൊക്കെ കൂടി നിറഞ്ഞിട്ടുള്ളതാണ് ഈ ജാമ ബ്രിക്ക് ബെല്ലാസ്റ്റ്. ചെറിയ ചെറിയ ഇഷ്ടിക പൊട്ടുകൾ, 5 സെന്റിമീറ്റർ വരെ പരമാവധി വലിപ്പം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉയരം 60 സെന്റിമീറ്റർ ആണ്. അതിൻ്റെ ഡയമീറ്ററോ 1.5 മീറ്റർ ആണ്. ഈ റിങ്ങിനകത്താണ് അത് ഇടുന്നത്. അപ്പോൾ ഡയമീറ്റർ അറിയുമെങ്കിൽ നമുക്ക് എന്ത് കാണാം? ഈ ഒരു ഏരിയ കാണാം. എങ്ങനെ കാണാം? പൈ ഡി സ്ക്വയർ ബൈ 4, പൈ ഇൻറ്റു 1.5 സ്ക്വയർ ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്രോസ് സെക്ഷൻ ഏരിയ കിട്ടും. ഇൻറ്റു ഈ 60 സെന്റിമീറ്റർ ഉയരം കൊടുത്താൽ നമുക്ക് ടോട്ടൽ വോളിയം ഓഫ് ജാമ ബ്രിക്ക് ബെല്ലാസ്റ്റ് കിട്ടും. അതിൻ്റെ ഒരു 3D ഫിഗർ എടുക്കുക എന്നുണ്ടെങ്കിൽ 60 സെന്റിമീറ്റർ ആണ് ജാമ ബ്രിക്ക് ബെല്ലാസ്റ്റിന്റെ ഉയരം വരുന്നത്. അതിൻ്റെ ഈ ഡയമീറ്റർ എന്ന് പറയുന്നത് 1.5 മീറ്റർ ആണ്. 1.5 സ്ക്വയർ എന്ന് പറയുമ്പോൾ ഡി സ്ക്വയർ ആണ്. പൈ ഡി സ്ക്വയർ ബൈ 4 ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ 0.6 ആണ് അതിൻ്റെ ഉയരം. എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ ജാമ ബ്രിക്ക് ബെല്ലാസ്റ്റ്. 10 mm സൈസ് 50 mm ഗേജ് എന്നാണ്. അപ്പോൾ ഇതിൽ 10 mm സൈസ് അല്ല 50 mm ആണ്. അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് എഴുതണം. ടോട്ടൽ ക്വാണ്ടിറ്റി 1.06 m³ ആണ് കിട്ടുക. അടുത്തത് ജാമ ബ്രിക്ക് ബാറ്റ്സ് ആണ്. ജാമ ബ്രിക്ക് ബാറ്റ്സ് ഈ ബെല്ലാസ്റ്റിന്റെ താഴെ കൊടുക്കുന്നതാണ്. ജാമ ബ്രിക്ക് ബാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെല്ലാസ്റ്റിനേക്കാളും സൈസ് വരുന്ന വലിയ വലിയ ഇഷ്ടികന്റെ ബാറ്റുകളാണ്. ഇഷ്ടികന്റെ പകുതി കഷ്ണങ്ങളും കാൽഭാഗം വരുന്ന കഷ്ണങ്ങളൊക്കെയാണ് ജാമ ബ്രിക്ക് ബാറ്റിൽ വരിക. അപ്പൊ അതിന്റെ ഉയരം 1.8 മീറ്റർ ആണ്. ഈ 60 എന്നുള്ളത് എൻഡ് ചെയ്യുന്നത് എവിടെയാണോ അതിനുശേഷം താഴെ വരെയാണ് ഈ 1.8 മീറ്റർ എന്ന് പറയുന്നത് ജാമ ബ്രിക്ക് ബാറ്റ്. അപ്പൊ അതിന്റെ ഹൈറ്റ് ഡയറക്റ്റ് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, 1.8 മീറ്റർ ഹൈറ്റിൽ ജാമ ബ്രിക്ക് ബാറ്റ് എന്ന്. അതിന്റെ ഇന്നർ ഡയമെൻഷൻ, അതിന്റെ ഇന്നർ ഡയമീറ്റർ 1.5 മീറ്റർ തന്നെയാണ്. നേരത്തെ കണ്ട പോലെ തന്നെയാണ് അത് ചെയ്യാൻ പോകുന്നത്. 1.8 മീറ്റർ ഉയരത്തിൽ ജാമ ബ്രിക്ക് ബാറ്റുകൾ ഇതിനകത്ത് നിറച്ചതാണ്. അപ്പോൾ അതിൻ്റെ ഇന്നർ ഡയമീറ്റർ 1.5. അപ്പോൾ അവിടുത്തെ ക്രോസ് സെക്ഷൻ ഏരിയ പൈ ഇൻറ്റു 1.5 സ്ക്വയർ ബൈ 4 വരും. ഇൻറ്റു ഹൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ വോളിയം ഓഫ് ബ്രിക്ക് ബാറ്റുകൾ കിട്ടും. ജാമ ബ്രിക്ക് ബാറ്റ് ഇൻസൈഡ് ദ സോക്ക്പിറ്റ് ലോവർ ലെയർ ആയിട്ട് വരുന്ന ഫിൽട്ടർ ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡത്തിന് പകരം ടോട്ടൽ ഏരിയ കൊടുത്തു. പൈ ഇൻറ്റു 1.5 സ്ക്വയർ ബൈ 4 ഇൻറ്റു ഉയരം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1.8 മീറ്റർ. ആൻഡ് ക്വാണ്ടിറ്റി റിക്വയർഡ് കിട്ടുന്നത് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3.18 m³ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ക്വാണ്ടിറ്റികളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇതിൽ വരുന്നത് മാൻഹോൾ കവർ, പിന്നെ അയൺ ഫുഡ് സ്റ്റെപ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വാണ്ടിറ്റികളാണ്. അത് കാര്യമായിട്ടില്ല, നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇതിന്റെ പുറത്ത് നമ്മൾ സെപ്റ്റിക് ടാങ്കിന്റെ പുറത്ത് 2 റൂഫ് കവർ കൊടുക്കുന്നുണ്ട്. റൂഫ് കവർ അല്ല, മാൻഹോൾ കവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ എണ്ണം 2 നമ്പേഴ്സ്. പിന്നെ അതിന് പുറമെ മാൻഹോൾ കവറിന് പുറമെ നമ്മൾ കൊടുക്കുന്നത് അയൺ ഫുഡ് സ്റ്റെപ്പ് ആണ് സെപ്റ്റിക് ടാങ്കിനകത്തോട്ട് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഫുഡ് സ്റ്റെപ്പുകൾ കൊടുക്കണം. അപ്പോൾ അത് ടോട്ടൽ 8 എണ്ണം കൊടുക്കുന്നുണ്ട്. 2 വശങ്ങളിൽ 4 എണ്ണമായിട്ട് 8 എണ്ണം. അത് കൊത്തിപ്പിടിച്ച് കയറി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ തന്നെയുള്ള അത് നെഗ്ലിജിബിൾ നമ്പേഴ്സ് മാത്രമാണ്. അപ്പോൾ നമുക്ക് ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റ് വെച്ച് കാൽക്കുലേഷൻ കാണേണ്ട പ്രധാനപ്പെട്ട 10 ക്വാണ്ടിറ്റികൾ നമ്മൾ
ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആ ഓർഡറിൽ തന്നെയാണ് ഞാൻ ഐറ്റം നമ്പേഴ്സ് ഇട്ടിട്ടുണ്ടായിരുന്നത്. 10 എന്നുള്ള ഐറ്റം നമ്പർ. ഈ 10 ഐറ്റം നമ്പറുകളും നിങ്ങളുടെ നോട്ട്ബുക്കിൽ കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് ആയിട്ട് കാണണം. ഓരോന്നും എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് എക്സ്പ്ലനേറ്ററി നോട്ടിൽ നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ ഫിഗേഴ്സ് വരച്ചിട്ടുണ്ടായിരുന്നു. ആ ഫിഗേഴ്സിൻ്റെ ഒരു സിമ്പിൾ മോഡൽ എക്സ്പ്ലനേറ്ററി നോട്ടിൽ നിങ്ങൾ കാണിക്കണം. കാരണം നിങ്ങൾക്ക് ഭാവിയിൽ റെഫർ ചെയ്യുന്ന സമയത്ത് ഉപകാരപ്പെടും. So we are going to wind up today's class. Thank you for listening to the class. അപ്പോൾ എല്ലാ നോട്ടുകളും കൃത്യമായിട്ട് നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. ഏതെങ്കിലും ക്വാണ്ടിറ്റി എടുത്തതിൽ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് വാട്സപ്പ് വഴിയോ നേരിട്ട് ഫോൺ വഴിയോ ചോദിക്കാം. ഞാൻ കോളേജിൽ അവൈലബിൾ ആയിരിക്കും. എനിവേ, താങ്ക് യു എവ്രി വൺ.